അനുഗ്രഹീതമായ ഈ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഒന്ന് ലളിതമായി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. ഇതിൽ ഈ പരിഭാഷയിൽ കുറെ കൂടി അപ്രോപ്രിയേറ്റായ യോഗ്യമായ പദം സുന്ദരൻ എന്നല്ല. ശിശു അസാധാരണത്വമുള്ളവൻ എന്ന് കണ്ടു. അമ്മയപ്പന്മാർ അവനെ ഒളിപ്പിച്ചു. സുന്ദരൻ എന്ന് വേണമെങ്കിലും പരിഭാഷപ്പെടുത്താം, എന്നാൽ കുറെ കൂടി യോഗ്യമായ പരിഭാഷ അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ വചനത്തിന് വേണ്ടത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വിപരീത ദിശയിലാകും. കാരണം പറയാം, ഈ സുന്ദരൻ അല്ലെങ്കിൽ അമ്മയപ്പന്മാർ ഉപേക്ഷിക്കുമോ നമ്മളെ? അങ്ങനെ ഉപേക്ഷിച്ചിരുന്നതിൽ നമ്മളിൽ എത്ര പേരിന്ന് ലോകത്ത് കണ്ടേനെ? സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് കളയില്ല. ഈ ശിശു അസാധാരണത്വമുള്ളവൻ എന്ന് കണ്ടു, അവനെ ഒളിപ്പിച്ചു. മോശ വളർന്നപ്പോൾ ഫറവോയുടെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഈജിപ്തിലെ സമ്പത്തിനേക്കാൾ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇതാണ് വായനയിലെ ഉള്ളടക്കത്തിൻ്റെ അനിവാര്യമായ ഭാഗങ്ങൾ. ഈ വചനം ഒരു ചരിത്ര പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പ്രഥമ വായനയിൽ അത് മനസ്സിലാകുകയും ചെയ്യും. യേശുവും മോശയും തമ്മിൽ ഏതാണ്ട് 1800 മുതലുള്ള കാലഘട്ടത്തിൻ്റെ അകലമുണ്ട്. ഇവർ തമ്മിൽ ഭൗതിക അർത്ഥത്തിൽ കാണാനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനും ഏതാണ്ട് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുക? 2 പദങ്ങൾ തമ്മിലുള്ളൊരു താരതമ്യം നിങ്ങൾക്ക് കാണാം. ഒന്ന്, ഒരു ഭാഗത്ത് ഫറവോയുടെ പുത്രിയുടെ മകൻ എന്ന ഖ്യാതി, എന്ന പേര്, ആ മഹത്വം. മറുവശത്ത് ക്രൂശ. ക്രിസ്തുവിൻ്റെ നിന്ന എന്നതിൻ്റെ അർത്ഥം എന്താ? അത് ക്രൂശാണ്. ഒരു വശത്ത് ക്രൂശ്, മറുവശത്ത് സമ്പത്ത്, ഐശ്വര്യം, അത് ഈജിപ്തിലെ നിക്ഷേപം. ഈ 2 ചോയ്സ് തൻ്റെ മുമ്പിലേക്ക് വെച്ചപ്പോൾ ആ സമ്പദ് സമൃദ്ധിയുടെ പേരും പെരുമയുമുള്ള ഈജിപ്തിലെ ചക്രവർത്തിയുടെ മകളുടെ മകനെന്ന സ്ഥാനപ്പേര് തട്ടിമാറ്റിക്കൊണ്ട് മോശ എന്ന മനുഷ്യൻ ക്രിസ്തുവിൻ്റെ നിന്ന, ക്രിസ്തുവിൻ്റെ ക്രൂശ്, ക്രിസ്തുവിൻ്റെ ദാരുണമായ ജീവിതാന്ത്യം ധനം എന്ന് എണ്ണി. നാം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. സന്തോഷമുണ്ടോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ ശാന്തമായിട്ട് പറയുന്നതിൽ വിരോധമുണ്ടോ? അതറിഞ്ഞിട്ട് വേണം അല്ലാതെ പറയാൻ. അതിനാ ചോദിക്കുന്നത്. കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമുക്ക് ഇതെങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിക്കാം. ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 2 സഹസ്രാബ്ദങ്ങളോളം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ക്രൂശിലെ ധനം, ക്രൂശിലെ ത്യാഗം, ക്രൂശിലെ വേദന, എൻ്റെ സമ്പത്ത് എന്നെണ്ണാൻ കഴിഞ്ഞത് എങ്ങനെ? അയാൾ ക്രൂശ് കണ്ടിരിക്കുമോ? ക്രൂശിക്കപ്പെട്ടവനെ കണ്ടിരിക്കുമോ? ആ കാഴ്ച എങ്ങനാകും? ആ കാഴ്ച വെളിപ്പാടാണോ? ആ കാഴ്ച ഒരു സ്വപ്നമാണോ? ആ കാഴ്ച ഒരു ഓർമ്മപ്പെടുത്തലാണോ? ഇതിവിടെ നിൽക്കട്ടെ.
ക്രൂശിനു ശേഷവും ക്രൂശിനെ കണ്ടവരുണ്ട്, ക്രൂശിന് മുമ്പും ക്രൂശിനെ കണ്ടവരുണ്ട്. AD 29 ഒരു മെയ് മാസത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, അല്ലെങ്കിൽ AD 30, അതിനപ്പുറത്ത് കാലമില്ല. ആ 30 യേശുവിനെ ക്രൂശിക്കുമ്പോൾ, അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ ആരംഭഘട്ടമല്ലെങ്കിൽ ഒരു ഏപ്രിലിൻ്റെ മധ്യാഹ്നം, ആ സമയത്തിനൊക്കെ ചെറിയ നമ്മുടെ പഠനത്തിൽ ചെറിയ അപാകതകളുണ്ട്, ചരിത്ര വീക്ഷണത്തിൽ. ഏതായാലും ഒരു 10-15 ദിവസത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. അന്നു മരിച്ച യേശുവിനെ കണ്ടത് ചുരുക്കം ചില മനുഷ്യരാണ്, നേരിട്ട് ചുരുക്കം ചിലര്. ധാരാളം ആളുകൾ കണ്ടു. ആ കണ്ടവരിൽ യേശുവിനെ സ്നേഹിച്ച് കണ്ടവർ ചുരുക്കം പേരാ. പടയാളികളും നാട്ടുകാരുമൊക്കെ കണ്ടു. അവർക്കാർക്കും സ്നേഹമോ ആദരവോ അല്ല, ഒരു തരം അവജ്ഞ. അവജ്ഞയ്ക്കും ചില കാരണമുണ്ട്. ആ കാരണം വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഉള്ളടക്കത്തിലേക്ക് വരാം. ആദ്യം പറയട്ടെ, എന്താണ് ഈ ക്രൂശ്? അതെങ്ങനെ അപമാന വിഷയമാകും? അതിൽ പ്രശംസിക്കാനോ ആദരിക്കാനോ ഒരു ഘടകമില്ലാതെ ക്രൂശ് എങ്ങനെ പ്രസക്ത വിഷയമാകും? ആ ക്രൂശ് എന്ന വിഷയത്തിലേക്ക് ആദ്യം വരാം. ലംബമായി കുത്തി നിർത്തിയിട്ടുള്ളതും തിരശ്ചീനമായി വെച്ച് പിണച്ചിട്ടുള്ളതുമായ 2 മരത്തടികളുടെ പേരാണ് ക്രൂശ്. ഈ ക്രൂശ് എന്ന മലയാള പദം നിഷ്പാദിച്ചിട്ടുള്ളത് ക്രോസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. ക്രോസ് എന്ന ഇംഗ്ലീഷ് പദം വന്നത് ക്രക്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്, റോമക്കാരൻ്റെ ഭാഷ. അപ്പോൾ ക്രക്സ് ക്രോസായി, ക്രോസ് നമുക്ക് ക്രൂശോ കുരിശോ ആയി. ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസം. പക്ഷേ ഈ കുരിശ് ബൈബിളിൻ്റെ പുതുനിയമത്തിൻ്റെ ഭാഷയിൽ അതിനുപയോഗിച്ചു വന്ന പേര് മറ്റൊന്നാണ്, സ്റ്റൗറോസ് എന്നാണ്. എന്താ സ്റ്റൗറോസ്? അതിൻ്റെ അർത്ഥം ദണ്ഡന സ്തംഭം, പീഡനത്തിനുള്ള തടി എന്നാണ്. ക്രൂശിനെപ്പറ്റി നമ്മൾ ഗ്രഹിച്ചു വച്ച ചില അബദ്ധങ്ങളെ തിരുത്തിക്കൊണ്ട് ക്രൂശിലെ നിന്നയിലേക്ക് ഞാൻ വരാം. ആദ്യം പറയാം, ഈ ക്രൂശ് മരണം എന്നത് പഴയ നിയമം മുഴുവൻ പരതിയാൽ നിങ്ങൾക്ക് കാണാനാവില്ല. പഴയ നിയമത്തിൽ ഒരുവനെയും ക്രൂശിച്ച ചരിത്രമില്ല. 39 പുസ്തകങ്ങളിലും ക്രൂശ് എന്നൊരു പദമില്ല. അന്ന് കുറ്റം ചെയ്യുന്ന ആളിന്, കുറ്റവാളിക്ക് വധശിക്ഷയുണ്ട്, പക്ഷേ ക്രൂശിലല്ല. വധശിക്ഷയ്ക്ക് 4 രൂപങ്ങളുണ്ടായിരുന്നു. 4 വിധ വധശിക്ഷ. കുറ്റവാളിയെ കൊല്ലുവാൻ പഴയ നിയമ കാലഘട്ടത്തിൽ നടന്നത് 3 തരത്തിലെ ശിക്ഷണ രീതി. 1, കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലൽ, സ്റ്റോണിങ്. 2, കുറ്റവാളിയെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊല്ലുക, ബിഹെഡിങ്. 3, കുറ്റവാളിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക, സ്ട്രാംഗ്ലിങ്. ഇനി ഒന്നുകൂടിയുണ്ട്, കുറ്റവാളിയെ കഴുത്തിൽ കുരുക്കിട്ട് മരത്തിൽ തൂക്കുക, ഹാങ്ങിങ്. ഇതിനൊക്കെ തെളിവുണ്ട്. നമ്മുടെ ഹാമാൻ തൂക്കിലേറ്റപ്പെട്ടു, പലരുമുണ്ട്. പക്ഷേ ക്രൂസിഫിക്ഷൻ അഥവാ ക്രൂശീകരണം എന്നൊന്ന് പഴയ നിയമത്തിൽ ഇല്ല. ഈ 4 ശിക്ഷാരീതികളുമുണ്ട്. പക്ഷെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതുപോലെ ക്രൂശ് മരണം എന്നൊന്ന് പഴയ നിയമത്തിലില്ല. 39 പുസ്തകത്തിലില്ല, തൽമൂദുകളിലില്ല. അതിൻ്റെ കാരണം, ഈ ശിക്ഷ 39 പുസ്തകങ്ങളും എഴുതി ഒരു 100 കൊല്ലം കൂടി കഴിഞ്ഞാണ് തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന് 300 കൊല്ലം മുമ്പ് ഫിനീഷ്യർ എന്നറിയപ്പെടുന്ന ഒരു ജനത ചാരപ്പണി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. കേൾക്കുന്നുണ്ടോ? ചാരപ്പണി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്തെന്നാ? ഈ ചാര വിടുക അല്ലേ?
കൃഷിക്കുമൊക്കെ ആണോ? അല്ല. രാജാവിനെ ഒറ്റിക്കൊടുക്കുന്ന, രാജ്യരഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. ഫിനീഷ്യറിൽ നിന്ന് ഈ ശിക്ഷാരീതി പേർഷ്യക്കാർ പഠിച്ചു. പേർഷ്യക്കാരിൽ നിന്ന് ഈ ശിക്ഷാരീതി മഹാനായ അലക്സാണ്ടർ ആവിഷ്കരിച്ചു. എന്നാൽ ഇത് സർവ്വസാധാരണമാക്കി മാറ്റിയത് റോമക്കാരാണ്. അതുകൊണ്ട് ഇതൊരു റോമൻ ശിക്ഷാരീതിയാണ് ക്രൂശ് മരണം, യഹൂദ ശിക്ഷാരീതിയല്ല. രാജ്യം ഭരിക്കുന്ന റോമൻ ഭരണകൂടം യഹൂദന്മാരെയും തങ്ങളുടെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരെ ആധിപത്യത്തിന് കീഴിൽ കഴിയുന്ന കാലത്ത് യേശുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യഹൂദ സമൂഹം വിളിച്ചു പറയുക, അവനെ ക്രൂശിക്കുക. കുറ്റം ബ്ലാസ്ഫമി അഥവാ മതനിന്ദ. മതനിന്ദ ചുമത്തിക്കൊണ്ട് ഒരാളെ ക്രൂശിക്കാനാവില്ല. കാരണം ആ മതത്തിൻ്റെ വിധി അനുസരിച്ചേ ശിക്ഷിക്കാവൂ. ആ മതം എന്തു പറയുന്നു ആ ശിക്ഷ കൊടുക്കണം. അങ്ങനെയെങ്കിൽ പറയേണ്ടത് കല്ലെറിഞ്ഞു കൊല്ലാനാണ്, പക്ഷെ ആവശ്യം ക്രൂശിക്കാനാണ്. മനസ്സിലായോ? നമ്മൾ കളക്ടർ കോടതിയാണ്. അവിടെ ചെന്നിട്ട് നമ്മളൊരാളുടെ പേരിൽ അയാളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കളക്ടർക്ക് അധികാരമില്ല, അവകാശമില്ല. വീണ്ടും വീണ്ടും നമ്മൾ പറയാ കൊല്ലണം. കളക്ടറുടെ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിൽ അല്ല ഈ വിഷയം വരുന്നത്. അതിനാണ് സെഷൻസ് കോടതി. ഇന്ത്യയിൽ സെഷൻസ് കോടതിക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാൻ കഴിയൂ, മറ്റു കോടതിക്ക് പറ്റില്ല. ആ കോടതി വിധിയുടെ ശരിതെറ്റുകൾ തേടി നമുക്ക് ഹൈക്കോർട്ടിൽ പോകാം. ഹൈക്കോർട്ടിന് മീതെ പിന്നെ പോകാം, സുപ്രീം കോർട്ടിലുമൊക്കെ പോകാം. അവിടെ നിന്ന് വീണ്ടും വധശിക്ഷ വിധിക്കാനുള്ള അധികാരം ക്രിമിനൽ കോടതിയായ സെഷൻസ് കോടതിക്ക് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരാം. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കോടതിക്ക് ഇതിനുള്ള അധികാരമുണ്ടോ? ഇത് പഠിക്കണം. അധികാരപരിധിയിൽ പെടാത്തത് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അവിടേക്ക് പോകുന്നില്ല. ഇത് റോമൻ ശിക്ഷാരീതിയാണ് എന്ന് പറഞ്ഞു. റോമിലും എല്ലാവരെയും ക്രൂശിക്കില്ല. തെറ്റ് ചെയ്ത ഉടനെ മനുഷ്യനെ ക്രൂശിക്കില്ല. തെറ്റിൻ്റെ ഗുരുലകത്വം അനുസരിച്ചാണ് ശിക്ഷയെങ്കിലും റോമിൽ അങ്ങനെയല്ല, എല്ലാവരെയും ക്രൂശിക്കില്ല. പണ്ട് നമ്മുടെ ഇന്ത്യയിലും ഒരു 70, 80, 90 കൊല്ലമൊക്കെ മുമ്പ് ഒരേ കുറ്റം പലർ ചെയ്താൽ പല ശിക്ഷയായിരുന്നു. ഒരു ശിക്ഷയല്ല, പല ശിക്ഷ. ഒരേ കുറ്റം ബ്രാഹ്മണം, ക്ഷത്രിയനും, വൈശ്യനും, ശൂദ്രനും ചെയ്താൽ 4 ശിക്ഷ. കുറ്റം 1, ശിക്ഷ 4. പക്ഷേ ഇന്നങ്ങനല്ല. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുറ്റവാളി ബ്രാഹ്മണോ, ക്ഷത്രിയനോ, ക്രൈസ്തവനോ ഒന്നും കോടതി നോക്കില്ല, കുറ്റവാളി ഒറ്റ പേര്. ഇങ്ങനെയാണ്. ഇത് 1860 നിയമം മൂലം സ്ഥാപിതമായ ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ വന്നത്. അതുവരെ ഈ സ്ഥിതിയല്ല. അപ്പോൾ വ്യത്യസ്ത ശിക്ഷകൾ. റോമിൽ ആരെയാണ് ക്രൂശിക്കുക? അതുകൂടി പറഞ്ഞ് അല്പം വിരസമായ ആ ചരിത്ര വഴികളിൽ നിന്ന് നമുക്ക് മാറി നടക്കാം. പൗരാണിക റോമിൽ 3 തരത്തിൽപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു, 3 തരം ആളുകൾ. ഒന്ന് റോമിലെ ഹൈ ക്ലാസ് ധനാഢ്യർ. ധനാഢ്യർ എന്ന് പറഞ്ഞാൽ പോരാ, എലീറ്റ് ക്ലാസ് ഓഫ് റോം. അംബാനിമാരെ പോലെ, അദാനിമാരെ പോലെ, അസീം പ്രേംജിയെ പോലെ വലിയ 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 സമ്പന്നർ. വേണ്ടി വന്നാൽ ചക്രവർത്തിക്കും പണം കൊടുക്കാൻ കരുത്തുള്ള രത്നവ്യാപാരികൾ, കപ്പൽ പ്രമാണിമാർ, അതിസമ്പന്നർ. ഇവരെ റോമൻ ചരിത്രം ഒരു പേരിട്ട് വിളിച്ചു പെട്രീഷ്യൻ. ഏതൊരു കുറ്റത്തിൻ്റെ മുമ്പിലും ഒരു പെട്രീഷ്യനെ തൂക്കിക്കൊല്ലാൻ പാടില്ല. കുറ്റമേത് ഗൗരവതരമാകട്ടെ, ചാരപ്പണിയാകട്ടെ, കൊലപാതകമാകട്ടെ, കൊലപാതകത്തിൻ്റെ പരമ്പരയാകട്ടെ, ഒരു പെട്രീഷ്യനെ തൂക്കിക്കൊല്ലാൻ കഴിയില്ല. അത് ഉന്നത റോമൻ പൗരത്വമാണ്. അതിൻ്റെ താഴെ ഒരു പൗരത്വമുണ്ട്. അതിനൊരു പേര് പറയും പ്ലീബിയൻ. ആരാണ് പ്ലീബിയൻ? ഈ അതിസമ്പന്നർക്ക് തൊട്ട് താഴെ വരുന്ന മിതസമ്പന്നരാണ്, ശരാശരിക്കാരാണ് പ്ലീബിയൻ.
പ്ലീബിയനെയും അങ്ങനെ ഈ വധശിക്ഷ വിധിച്ചാലും മറ്റു രൂപത്തിലേ കൊല്ലൂ, ക്രൂശിക്കാൻ പറ്റില്ല. ഇതിൽ രണ്ടും പെടാത്ത സാധാരണ മനുഷ്യരായ പൗരാവകാശങ്ങളില്ലാത്ത അടിമകൾ റോമിലുണ്ടായിരുന്നു. ഒരടിമയ്ക്ക് 50, ഒരു യജമാനൻ 50, 100 അടിമകൾ. 50 അടിമയുണ്ട്. അവരുടെ പുരയിടങ്ങളിൽ ചെറിയ കുടിലുകൾ കെട്ടിക്കൊടുത്തുകൊണ്ട് അവർ കൽക്കരിക്കനികളിൽ പണിയെടുക്കും, അവരുടെ വയലുകളിൽ ഗോതമ്പ് വിളയിക്കും. അടിമകൾ പെറ്റുപെരുകുന്നത് കന്നുകാലികൾ പെറ്റുപെരുകുന്ന ലാഘവത്തോടെ കണ്ട് അവയ്ക്കൊക്കെ വിലയിടും. ഇത്തരം വലിയ വ്യാപാര ശൃംഖല റോമിൽ തഴച്ചു വളരുമ്പോൾ റോമിലെ അടിമച്ചന്തകളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരടിമയെ വിൽക്കാൻ വരുന്ന വഴിയിലൂടെ ഒരടിമയെ വാങ്ങിക്കൊണ്ടു പോകാൻ കഴിയില്ല. 2 വഴി. വരുന്ന വഴി വിൽക്കാൻ പാടില്ല, വിൽക്കുന്ന വഴി ആളിനെ കൊണ്ട് പോകാൻ പാടില്ല. 1 വേ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതായിരുന്നു റോമിൻ്റെ ഭീകര ചിത്രം. കുറേ കഴിഞ്ഞ് അടിമകളുടെ എണ്ണം പെരുകി, പെട്ടീഷന്മാരുടെ കരുത്ത് കുറഞ്ഞു, അംഗസംഖ്യ കുറഞ്ഞു, പ്ലീബിയന്മാരുടെ അംഗസംഖ്യ കുറഞ്ഞു. ഇത് പറയുമ്പോൾ നമ്മുടെ പൗലൂസ് ഒരു പെട്ടീഷനായിരുന്നു. അത് കണ്ട കോടതി വിധിയിൽ പ്രത്യേക പരിഗണന കിട്ടിയിട്ട് കോടതി ഇറക്കുന്ന ചർച്ചകളിൽ പൗലൂസ് പറയുകയാണ്, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? ഗവർണർ ഭയന്നിട്ട് പറയുക, അയ്യോ നീ റോമാ പൗരനെന്ന് ഞാൻ അറിഞ്ഞില്ല, പ്രിവിലേജ് ഉണ്ട് നിനക്ക്. എന്നിട്ട് ഗവർണർ പറയണേ, എനിക്കുമുണ്ട് ആ പൗരത്വം. അതേ, ഞാൻ ഏറിയ ധനം കൊടുത്തു വാങ്ങി. പൗലോസിൻ്റെ വാക്ക് അവനെ ലജ്ജിപ്പിക്കും. സാറങ്ങനാണെങ്കിൽ ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. ആ കുലമഹിമയുടെ പ്രത്യേകത മനസ്സിലായോ? അതുകൊണ്ട് തൂക്കിക്കൊല്ലാനൊക്കില്ല, ക്രൂശിക്കാനൊക്കില്ല. നോക്കിയും കണ്ടുമേ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റൂ. ഇനി അടിമകളെ വിളിക്കുന്നൊരു പേരുണ്ട്, ഡൂലോസ്. അവരെ ക്രൂശിക്കാം. നിസാര കുറ്റത്തിനൊന്നും ക്രൂശിക്കില്ല, പേടിക്കാനില്ല. അടിമകൾക്കുള്ളിൽ വിപ്ലവ ബോധം തുളുമ്പുന്ന സംഘടിത കക്ഷികളുണ്ടെങ്കിൽ അവരുടെ നേതാവിനെ ക്രൂശിക്കും. ഏതെങ്കിലും തരത്തിൽ റോമക്കാർക്കെതിരെ ആരോപണങ്ങൾ ചിന്തിക്കുന്ന, ഒത്തുകിട്ടിയാൽ യജമാനന്മാരെ ആക്രമിക്കണം, ഈ ബോധത്തോടെ നടക്കുന്ന മനുഷ്യരെ ക്രിമിനലുകളാക്കി ചാപ്പകുത്തി അവരെ ക്രൂശിക്കും. വീണ്ടുമുണ്ട്, ഇവർക്കിടയിൽ ഒരു ക്രിമിനൽ വൽക്കരണം ശക്തിപ്പെട്ടു. സംഘടിതമായ അടിമകൾ പലപ്പോഴും യജമാനന്മാരെ ആക്രമിക്കും. സോക്രട്ടീസിൻ്റെ ഒക്കെ നമ്മൾ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് റോമിലെ ചരിത്രം കൃത്യമായി അപഗ്രഥിച്ചാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ കാണാം. അടിമകളുടെ ആ സംഘാടക പാടവത്വം. സ്പാർട്ടക്കസ് എന്ന പേരിൽ ഒരു കഥാപാത്രമുണ്ട്. അയാളെപ്പോലെ നിരവധി ആളുകൾ റോമിൽ വലിയ വിപ്ലവത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചു വിട്ടു. അതിൻ്റെ കൂടെ വലിയൊരു പ്രതിഷേധ ബോധം അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ട് യജമാന സ്ത്രീകളെ വഷളാക്കി, യജമാനൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിച്ച് നിലംപരിചാക്കി, അക്രമവാസന പെരുകി. ഇത് പെരുകുമ്പോൾ ഇവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കാൻ പെരുവഴി ഓരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക സംവിധാനത്തിൽ ആളുകളെ ഒത്തുകൂട്ടി ഹൈവേയുടെ അരികിൽ, ദേശീയപാതയുടെ ഓരത്താണ് ക്രൂശുമരം സ്ഥാപിക്കുക. അവിടെയാണ് ക്രൂശിക്കുക. കുറ്റസംഗതി എഴുതി വെക്കും. ഇനി മറ്റൊന്നുണ്ട്, നമ്മൾ ഈ കണ്ടു പരിചയിച്ച പോലെയല്ല ക്രൂശ് മരണം. ക്രൂശും വഹിച്ചുകൊണ്ട് ആൾ പോകേണ്ടത് നമ്മൾ ചിത്രത്തിലും സിനിമയിലും ഒന്നും കണ്ടോലല്ല, മശിഹാ ചരിത്രത്തിൽ കണ്ടോലല്ല. ഇത്രയും വലിയ മരത്തടി 2 എണ്ണം വെച്ചൊരുത്തിന് പോകാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ സഹോദരങ്ങൾ കഷ്ടാനുഭവം ആഴ്ച പോകുന്നത് ചക്രം ഘടിപ്പിച്ച വണ്ടിയാണ്. ക്രൂശിൻ്റെ താടി ഒരു ചക്രമുണ്ട്, അത് എളുപ്പമാണ്. കളിയാക്കി പറഞ്ഞല്ല, മനസ്സിലാക്കാൻ പറഞ്ഞാണ്. സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാകും, താഴെ ഒരു ചെറിയ ചക്രമുണ്ട്, അതുകൊണ്ടാണ് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല. ഇത് പറ്റില്ല. ക്രൂശിച്ച് ഒരു മനുഷ്യന് കിടക്കാൻ കഴിയുന്ന ആ തടി അപ്പോലെ കൊണ്ടുപോകാൻ പറ്റില്ല. പകരം അതിൻ്റെ സ്റ്റെമ്മുണ്ടല്ലോ, ആ കാണ്ഡം, അതവിടെ നേരത്തെ എത്തിക്കണം. വിലങ്ങൻ തടിയുണ്ടല്ലോ, അതിൻ്റെ പേര് പറയും പാറ്റിബുലം. ഈ തടിയാണ് ചുമക്കേണ്ടത്. ഈ തടി എങ്ങനെ ചുമക്കണം? നേരെ തോളിലേക്ക് എടുത്തു വച്ചിട്ട് കൈകൾ അതോട് ചേർത്ത് കെട്ടണം, തലയ്ക്ക് പിന്നിലൂടെ ഇങ്ങനെ കെട്ടി ആളിതും കൊണ്ട് പോകണം.
ഇത് ചുമന്നാൽ മതി. ഈ ക്രോസ് ബാറാണ് ചുമക്കേണ്ടത്. ഇനി ആണി അടിക്കുന്നതിനും ചില നിബന്ധന ഉണ്ട്. ആണി തയ്യാറാക്കുന്നത് മുതൽ നിബന്ധനയുണ്ട്. ഈ മൈക്രോഫോൺ പോലെ ഉരുണ്ടിരിക്കുന്ന ഷേപ്പല്ല ആണിക്ക്, ചതുരമാണ്. പക്ഷേ മൈക്രോഫോണുമായി ബന്ധമുള്ള ഒരു കാര്യമുണ്ട്, ആണിയുടെ അഗ്രം ഇതുപോലെ ഉരുണ്ടിരിക്കും. ഇനി അതിൻ്റെ മുനമ്പം നല്ല മൂർച്ചയാണ്. ഇത് പ്രത്യേകം തയ്യാറാക്കണം. 3 കാരിരുമ്പാണികൾ 3 പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കണം. അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ വരണം. ആ വൈദ്യൻ ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ്റെ നാഡീഞരമ്പുകൾ സ്പർശിച്ച് മനസ്സിലാക്കി ആണി തറയ്ക്കാനുള്ള ഇടത്ത് കറുത്ത മഷിക്കൊരടയാളം കൊടുക്കണം. നമ്മൾ കണ്ട് ശീലിച്ചതുപോലെ കൈവെള്ളയിലല്ല അണി, ഏതാണ്ട് ഒരു ഈ ഭാഗം, നമ്മൾ മണിബന്ധം, റിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ ഭാഗം, ഇവിടെ ഒരു അടയാളം കൊടുക്കും കൃത്യം. ഞരമ്പ് കെട്ടുകൾ വന്ന് പിടഞ്ഞു കൂടിക്കിടക്കുന്ന ഇടത്ത് 3 ലക്ഷണമൊത്ത ആരാച്ചാർമാർ, ദൃഢഗാത്രന്മാർ ഇവൻ പിടിച്ചു നിൽക്കും. കാലിൻ്റെ അരികിൽ കൈയുടെ 2ന്റെയും ഭാഗത്ത് ഇങ്ങനെ നിൽക്കും. ലംബമായി നിർത്തേണ്ട മരം ഇയാൾ ചുമന്നുകൊണ്ടി എന്ന മരത്തോട് ചേർത്ത് കയറിന് കിട്ടും. ആ ബലമെല്ലാം ഉറപ്പാക്കിയ ശേഷം ആളിനെ മലർത്തി ഇതിലേക്ക് കിടത്തും. കുറ്റസംഗതി വായിച്ചു കേൾപ്പിക്കും. നസ്രത്തുകാരനായ യോസേഫ് മറിയയുടെ പുത്രനായ ഈസൂസ് എന്ന താങ്കൾ, യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് നടപ്പിലാക്കിയ നിന്റെ കുറ്റകൃത്യം അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടു. അത് ബോധ്യം വന്നിരിക്കയാൽ റോമാ കൈസറുടെ ഈ രാജ്യത്ത് നിൽക്കുന്ന റോമൻ നിയമസംഹിത അനുസരിച്ച് ഇന്നേ ദിവസം താങ്കളെ ഞങ്ങൾ ക്രൂശിക്കുകയാണ്. എന്നിട്ട് ജനമെല്ലാം വിളിച്ചു പറയും, റോമാ കൈസർ ജയ ജയ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമാ കൈസർ നീണാൽ വാഴട്ടെ, ജയിക്കട്ടെ ജയിക്കട്ടെ. ഈ ഒച്ചപ്പാടിനിടയ്ക്ക് 3 ആളുകളും ഒരേ സമയത്ത് ഈ ആണി കുത്തിയിറക്കും. ചുറ്റേക്കടിക്കല്ല, രക്തമൊഴുകി ഒഴുകി 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 കൈകളെല്ലാം വലിച്ചു പിടിച്ചിരിക്കൊണ്ട് പിടയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ ഒരു സിഗ്നൽ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ആണി ഒന്ന് തിരിക്കും. രക്തയോട്ടം നിലച്ചു, കാരണം ഞരമ്പുകൾ സ്ട്രക്കായി. ഇനി അടുത്ത കർമ്മം ചുറ്റിക കൊണ്ട് ഈ ആണി അടിച്ചടിച്ചടിച്ചടിച്ച് മരത്തോട് ചേർക്കും. ഒരു ഘട്ടം കഴിഞ്ഞു. ഇയാളെ എന്തിനു ക്രൂശിച്ചു എന്ന് നാളെ ഒരാൾ ചോദിച്ചാൽ മനസ്സിലാകാൻ കുറ്റസംഗതി ക്രൂശിന്റെ മീതെ ആണിയടിച്ച് പ്രദർശിപ്പിച്ചു വെക്കും 3 ഭാഷകളിൽ. ഒന്ന് പ്രാദേശിക ഭാഷ, മറ്റൊന്ന് ദേശീയ ഭാഷ, മറ്റൊന്ന് ലോകഭാഷ. ഈ 3 ഭാഷയിൽ അടിക്കണം. നമ്മുടെ രീതിയിലാണെങ്കിൽ മലയാളത്തിൽ വേണം, ഹിന്ദിയിൽ വേണം, ഇംഗ്ലീഷിൽ വേണം. കുറ്റസംഗതി 3 ഭാഷയിൽ. ഇതിനുശേഷം ഈ കുഴിയിലേക്ക് ഇറക്കും. ക്രൂശിക്കപ്പെട്ട മനുഷ്യന്റെ ശവശരീരം നിലത്തിറക്കി കിടത്താൻ പാടില്ല. കാരണം റോമക്കാർക്ക് ഭൂമി ഒരു ദേവനാണ്, അറ്റ്ലസ്. ദേവന്റെ പേരെങ്ങനെയാണ്? ആ ദേവനെ അപമാനിക്കലാകും ഈ ഹതഭാഗ്യന്റെ ശരീരം ഇവിടെ ഇറക്കി വെക്കുക. ഈ ക്രിമിനലിന്റെ ശരീരം ഇവിടെ വെക്കരുത്, അത് പാടില്ല. ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം തീയിലിട്ട് ചുടരുത്. കാരണം അഗ്നി ഒരു ദേവനാണ്. അഗ്നിയെ അപമാനിക്കലാണ് ഈ വിക്ടിമിന്റെ, ഈ മോശപ്പെട്ടവന്റെ, ഈ ദുർമാർഗിയുടെ ശരീരം ഇവിടെ വെക്കാൻ പാടില്ല. മതവികാരം വ്രണപ്പെടും. ക്രൂശിക്കപ്പെട്ടവന്റെ ശവശരീരം വെള്ളത്തിൽ ഒഴുക്കരുത്. ജലം ദേവതയാണ്, അശുദ്ധമാകും. പിന്നെന്ത് ചെയ്യണം? ആ ശരീരം രാപ്പകൽ ക്രൂശിൽ കിടക്കണം. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞരമ്പുകൾ സ്ട്രക്കായല്ലോ, ശ്വാസമെടുക്കാൻ വയ്യ. കാരണം രക്തയോട്ടം ഏതാണ്ട് നിലച്ച പോലായി. ശ്വാസം എടുക്കാൻ വയ്യ. ഓക്സിജൻ ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടാതെ വരും, പ്രാണവായു കിട്ടാതെ വരും. കാർബൺ ഡൈ ഓക്സൈഡ് വൻതോതിൽ ശരീരത്തിൽ ശേഖരിക്കപ്പെടും. വെളുത്ത സുമുഖനായ സുന്ദരനായൊരു മനുഷ്യനും കറുത്ത് കരിവാളിച്ചൊരു ഭീകര രൂപിയായി മാറും.
കിടപ്പിലും മരണം പെട്ടെന്ന് കിട്ടില്ല. മണിക്കൂറുകൾ ആൾ കോമാ സ്റ്റേജിൽ കിടക്കും. ഇങ്ങനെ 7 ദിവസം വരെ ക്രൂശിൽ കിടന്നവൻ്റെ ചരിത്രം സ്ട്രാബോ എന്ന റോമൻ ചരിത്രകാരൻ എഴുതുന്നു. യേശുവല്ല, മറ്റു ചിലർ. സ്ട്രാബോ ഇത്തരം മരണങ്ങൾ കണ്ടിട്ട് എഴുതി, ഞാൻ കണ്ടതിൽ ഏറ്റവും കിരാതമായ മരണം, ഒരു ശത്രുവിന് പോലും ഭവിക്കാൻ പാടില്ലാത്ത ഭീകരമരണം. ഈ ശരീരം ക്രൂശിൽ കിടക്കണം. മരണം വരിക്കും മുമ്പ് തന്നെ കാക്കകൾ ഈ ശരീരം കൊത്തിപ്പറിക്കാൻ വരും. ഈച്ചകൾ അതിനു ചുറ്റും പറന്നു കളിക്കും. ശബ്ദമുണ്ടാക്കിപ്പോലും അവയെ ആട്ടിപ്പായിക്കാൻ കഴിയാത്ത നിർവികാരതയിൽ ഇവിടെ ഈ മനുഷ്യൻ കിടക്കും. ഓടിക്കാൻ വയ്യ. കുറെ കഴിഞ്ഞിട്ടേ കഴുകനടുത്ത് വരും. കാക്കകളും കഴുകനും ഒരുമിച്ച് ചേർന്ന് കണ്ണുകൾ കുത്തിപ്പറിച്ച്, മാംസളമായ കവിൾ കുത്തിപ്പറിച്ച്, വയർ കുത്തിത്തുളച്ച്, കുടൽമാലകൾ പുറത്തു ചാടി ഒരു ഭീകരാന്തരീക്ഷം. താഴെ വീഴുന്ന മാംസത്തുണ്ടുകൾ ഭക്ഷിക്കാൻ നായ്ക്കൾ, കുറുനരികൾ ഇവയൊക്കെ ഓടി വരും. ചുരുക്കി പറഞ്ഞാൽ ഭീകരമാണ് ക്രൂശ്, കിരാതമാണ് ക്രൂശ്. ഇത്തരമൊരു ക്രൂശ് കണ്ടാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. ആ ക്രൂശിൽ 2 തരം ശബ്ദം കേൾക്കാം. അതിൻ്റെ ചുവട്ടിൽ വേണ്ടപ്പെട്ടവരെങ്കിൽ, രക്തബന്ധമുള്ളവരുണ്ടെങ്കിൽ, നിനക്ക് ഈ ഗതി വന്നല്ലോ, അമ്മയുണ്ടെങ്കിൽ നീ പിടയുന്നല്ലോ കുഞ്ഞെ, കാണാൻ ത്രാണിയില്ല, ചേട്ടനും അനുജനുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിലപിച്ചു നിൽക്കും. ബാക്കി ആൾ പറയും, അവൻ്റെ കുറ്റം കണ്ടില്ലേ, ഈ കുറ്റത്തിൻ്റെ ഗൗരവം അറിയാൻ തൊട്ടപ്പുറത്ത് 2 പേരെ ക്രൂശിച്ചിട്ടുണ്ട്, അവിടെയും കുറ്റസംഗതി എഴുതി വച്ചിട്ടുണ്ട്. അവരെ കടന്നു പോകുന്നവരൊക്കെ പ്രാഗിമൊഴിയും. ആ ശരീരം ക്രൂശിൽ തന്നെ കിടന്ന് കരിഞ്ഞുണങ്ങി നാമാവശേഷമാകും. ഈ അസ്ഥികൂടം മാത്രം ശേഷിക്കും. ഇതാണ് യഥാർത്ഥ ക്രൂശ് മരണം. യേശുവിൻ്റെ കാര്യത്തിൽ ഇതിനൊക്കെ മാറ്റം വന്നു, താഴെ ഇറക്കി കിടത്തി, ഇതൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇങ്ങനെ ഒരുവൻ മരിച്ചു എന്ന് കേട്ടാൽ നാണക്കേടാ, ഭീകരം. ഈ മരണം നടക്കുമ്പോൾ കുറേ പാവം സ്ത്രീകൾ അവിടെ ഉള്ളേ. ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു പുരുഷനെ അടുത്തുള്ളൂ, യോഹന്നാൻ. യേശുവിൻ്റെ അമ്മയായ മറിയ, ക്ലയപ്പാവിൻ്റെ ഭാര്യയായിരുന്നവൾ, ശലോമി എന്ന സഹോദരി, മഗ്ദലന മറിയ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഒപ്പം യോഹന്നാൻ. ഈ കൂടെ യോഹന്നാൻ ഒരു കൊച്ചുകുട്ടിയാണ്. ഇതിലും കരുത്തന്മാരൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും വരാൻ പേടി. ഇതെൻ്റെ സ്വന്തം ആളാന്ന് പറഞ്ഞാലേ വിഷയം മാറും. ഇവനെൻ്റെ സ്വന്തമാണെന്ന് പറയാൻ പലർക്കും കഴിയില്ല. പിറവി കൊണ്ട യേശുവിനെ കാണാൻ ആവേശത്തിരത്തള്ളലിൽ എത്രയെത്ര ആട്ടിഴകന്മാർ, എന്തെല്ലാം പാട്ടുകൾ, എന്തെല്ലാം നൃത്തം, എന്തെല്ലാം ഉത്സവം. പക്ഷെ ക്രൂശിക്കപ്പെടുന്നവനെ കാണാൻ ആരുമില്ല. അപ്പം വാങ്ങി ഭക്ഷിച്ചവനില്ല, മരണത്തിൽ നിന്ന് ഉയർത്തവനില്ല, യായിറോസിൻ്റെ മകളില്ല, മഹാനായ ലാസറില്ല, ആരുമില്ല. ഇന്നും സുവിശേഷം ചെല്ലു പറയുന്നതേ ഇത് രോഗം മാറ്റാനുള്ള ഉപാധിയ, കടഭാരം മാറ്റാനുള്ള ഉപാധിയ, കഷ്ടത മാറ്റാനുള്ള ഉപാധിയ അല്ലല്ല. ഇതിൽ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ഇതിൽ ത്യാഗമുണ്ട്. ഈ ത്യാഗത്തിന്റെ സ്മരണകൾ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും ആ സ്പന്ദനം ഒപ്പിയെടുക്കാൻ ഒരുത്തനെ ഉള്ളെങ്കിലും ആ ഒരുത്തന്റെ കരുത്ത്, ആ സുവിശേഷത്തിന്റെ ശക്തിയെങ്കിൽ ആ കരുത്തിനെ അക്ഷരാർത്ഥത്തിൽ ആർജിച്ച ഞങ്ങൾ അതിന്റെ വൈഭവം, അതിന്റെ ഉള്ളടക്കം ഉലകത്തോട് വിളിച്ചു പറയട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആൾബഹളത്തിന്റെ തിരത്തള്ളലല്ല ക്രൂശിന്റെ മഹത്വം. എത്ര പേർ തിരിഞ്ഞു നിൽക്കുന്നു എന്നതിലല്ല ക്രൂശിന്റെ മഹത്വം. ആരെ
ആരൊക്കെ അവഗണിച്ചാലും എനിക്ക് വേണം ഇവനെ, എനിക്ക് വേണം ഈ രാജാവിനെ. ഉലകം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോഴും ഒരു ദുർബല ശബ്ദം അവിടെ കേൾക്കാം. നിന്റെ രാജ്യത്തിൽ അടിയനെ ഓർക്കണമേ. ഈ ശബ്ദം സ്വീകരിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. ഈ ശബ്ദം ഉൾക്കൊള്ളുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. ആ ശബ്ദത്തിന്റെ പെരുമ്പറ കൊട്ടുന്ന ധ്വനി ഉലകത്തോട് ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയട്ടെ, അവിടുന്ന് മാത്രം രക്ഷകൻ, അവിടുന്ന് മാത്രം ഉലകത്തിന്റെ വിമോചകൻ, അവിടുത്തേക്ക് തുല്യനായി ഒരുവനുമില്ല. ഈ രാത്രി ഞങ്ങൾ ഒരേ സ്വരത്തിൽ ആ മഹത്തരനാമത്തെ ഉയർത്തിക്കൊണ്ട് ആവർത്തിക്കുന്നു, അവന് തുല്യനായി ഉലകം ഒരുത്തനെയും കണ്ടിട്ടില്ല. ഉലകത്തിന്റെ 2000 ആണ്ടിന്റെ ചരിത്രത്തിൽ ഇവന് സമനായിട്ട് ഒരുത്തനുമില്ല എന്ന വകതിരിവ്, ആ തിരിച്ചറിവ് നമുക്ക് തരുന്ന ആത്മബോധം, അതിന്റെ കരുത്തിലാകണം ഇനിയുള്ള നമ്മുടെ യാത്ര. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ഒറ്റക്കൊള്ളൂ, ധൈര്യം കൊണ്ടൊന്നുമല്ല. യോഹന്നാൻ ആ കയ്യിലേക്ക് നോക്കി. തനിക്ക് എന്തൊക്കെ വാരിത്തന്ന കയ്യാ. കൊച്ചുകുട്ടിയാ കൂടെ കൂടുമ്പോൾ ഒന്ന് തീരുമാനിച്ചു, അടി വരുന്ന വരട്ടെ, പടയാളി ചെവിക്ക് പിടിച്ച് ഓടിക്കുന്നതിൽ ആകട്ടെ, കാർക്കിച്ച് തുപ്പുമെങ്കിലാകട്ടെ, നാഥാ നിന്നെ വിട്ടുപിരിയാൻ അടിയെന്ന് തോന്നുന്നില്ല, നിന്റെ ക്രൂശിൻ്റെ ചുവട്ട് വിട്ടുപോകാൻ അടിയെന്ന് കഴിയില്ല. മഗ്ദലിനയും ഇത് തന്നെ പറയും, ഞാനൊരു പെണ്ണാ, ബലഹീന പാത്രം, പേരില്ലാത്ത പെരുമയില്ലാത്ത, ആരാലും അറിയാത്ത അവഗണനയുടെ പാത്രം. പക്ഷേ ക്രൂശ് വിട്ടുപോവില്ല, ഇവനെ ത്യജിച്ചിട്ടു പോകില്ല. 1000 വാഗ്ദാനങ്ങൾക്ക് മുമ്പിലും അടിയറ പറയില്ല, ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് പോവില്ല. ഒരു പ്രലോഭനത്തിന്റെ മുമ്പിലും അങ്ങയെ തള്ളിക്കൊണ്ടൊരു ജീവിതമില്ല. ഒരു വാഗ്ദത്തത്തിന്റെ മുമ്പിലും നിന്നെ നിഷേധിച്ചുകൊണ്ടൊരു ജീവിതമില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം നിഷേധിച്ചില്ല. വചനം നിഷേധിക്കാത്തവരുടെ ഹൃദയാന്തര ഭാഗത്തുനിന്ന് പൊങ്ങുന്ന ആവേശമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കരുത്ത്. അങ്ങനെ വിട്ടുപോവില്ല. ഇനി ഒന്ന്, ഈ ക്രൂശ് ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരൽപ്പം സങ്കടവും വിഷമമൊക്കെ വരും. അത് ക്രൂശിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ഉള്ളത്തെ അതല്പം ഇടിച്ച് നൊമ്പരപ്പെടുത്തും ക്രൂശ്. കാരണം എന്താ, അവിടെ ഒരു ദിവ്യ ഔഷധം തയ്യാറാകുക ക്രൂശില്. ഈ ഔഷധം തയ്യാറാക്കുന്നിടത്തെ ബലിയാടാകുന്ന മൃഗങ്ങളുണ്ട്, അവ പിടയും. രസായനമുണ്ടാക്കി രക്ഷയ്ക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുന്ന അത്തരത്തിലെ മരുന്നും കൂട്ടുമൊക്കെ ഇല്ലേ, ആടിനെ കൊല്ലണം. പിടയുന്ന ആട് ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ പിടച്ചിൽ അസഹനീയമാണ്. ആ പിടച്ചിൽ, ആ ത്യാഗം അത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് ശക്തിയും ചെയ്തിട്ടില്ല. അല്ലാതെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമല്ല, പ്രതിമാസ ശമ്പളത്തിൻ്റെ ബലമല്ല, എസ്റ്റേറ്റുകളുടെ ഏക്കറുകളുടെ കണക്കല്ല, എത്ര വണ്ടി സ്വന്തമുള്ളെന്നുള്ള തെളിവല്ല. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും സുഖവും മറ്റൊന്നാണ്. അതനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതം അർത്ഥരഹിതമാണ്. അതനുഭവിക്കാൻ കഴിയാതെ ഒരാളെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഒരു വഴി അതിനുള്ളൂ, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പോകരുത്, ഇവിടെ നിൽക്കണം, ചലിക്കാതെ ഇവിടെ നിൽക്കണം. എന്നാലേ ക്രൂശിനെ മറ്റൊരു ആംഗിളിൽ നോക്കിക്കൊണ്ടൊരാളുണ്ട്. പുള്ളി കരഞ്ഞു ഒന്നുമില്ല. ക്രൂശിനെ നോക്കിയിട്ട് പരിഹസിച്ച ആൾക്കാരുണ്ട്. കടന്നു പോകുന്നവരൊക്കെ അവൻ്റെ ക്രൂശിനെ കണ്ടു പരിഹസിച്ചു. കള്ളന്മാരിൽ ഒരുത്തൻ, ആക്ച്വലി അയാൾ കള്ളനല്ല, തീവ്രവാദിയാട്ടോ, പരിഭാഷയിലാണ് ഇയാൾ കള്ളനായിപ്പോയത്. അപ്പോൾ ഈ കടന്നു പോകുന്നവരൊക്കെ യേശുവിൻ്റെ ക്രൂശിനെ കണ്ട് പരിഹസിച്ചെങ്കിൽ ചിലർക്ക് പരിഹാസം, ചിലർക്ക് സഹതാപം, അങ്ങനെയുണ്ട്. എന്നാൽ ഈ ക്രൂശ് കണ്ടിട്ട് പരിഹാസവും സഹതാപവും 2 വിരുദ്ധ ധ്രുവങ്ങളിലെ പദങ്ങളാണ്, യോജിച്ചു പോവില്ല. സഹതപിക്കുന്നവരും പരിഹസിക്കുന്നവരും 2 എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ ഈ ക്രൂശ് കണ്ട് ആവേശപ്പെടുന്ന ഒരാളെ ഞാൻ ബൈബിളിൽ കണ്ടു. ക്രൂശ് ആവേശകരമാക്കി മാറ്റുന്നു. എനിക്കും അതാണ് താല്പര്യം. ക്രൂശ് കണ്ട് കരയുന്നതിനേക്കാൾ പരിഹസിക്കുന്നതിനെ വിട്ടൊക്കെ അവൻ തുടരട്ടെ, അതിൽ നമുക്ക് പ്രതിഷേധമൊന്നുമില്ല.
എത്രയോ ആളുകൾ പരിഹസിക്കാൻ നോക്കിയിട്ട് തകരാത്ത ഉജ്ജ്വല നാമമാണ് ആ നാമം. അത് തുടരട്ടെ. സഹതാപം ഇല്ല ക്രൂശ് കണ്ട്. എൻ്റെ സഹതാപം യേശുവിനെന്തിന്? അനിൽക്കുടുത്തോട്ട് വന്ന ദുർബല മനുഷ്യൻ അത് കണ്ട് സഹതപിക്കുന്നതിന് യേശുവിനത് ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും മക്കളെയും ചൊല്ലി ഒന്ന് കരയി. അർത്ഥമുണ്ട് ആ പദത്തിന്. എന്നെ ഓർക്കണ്ട. ഞാനതും ശിരസാ വഹിച്ചുകൊണ്ട് പറയാം, അങ്ങയോട് സഹതാപമില്ല, അങ്ങയോട് പരിഹാസം പണ്ടേ ഇല്ല, സഹതാപം അങ്ങ് അർഹിക്കുന്നില്ല. എൻ്റെ സഹതാപം കൊണ്ട് അങ്ങേക്കെന്ത്? ഒന്നുമില്ല. എനിക്ക് വേണ്ടതേ ആ രക്തത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാവേശമുണ്ട്. എന്തിന്? പറയാം. അതെന്നെ പഠിപ്പിച്ചത് പൗലോസ്ലിഹയാണ്. അതെന്നെ പഠിപ്പിച്ചത് പൗലോസ്ലിഹയാണ്. സ്ലിഹ പറയാം, കരയുന്ന ആളുകളെ നോക്കി, പിടയുന്ന മനുഷ്യരെ നോക്കി, ക്രൂശ് കണ്ട് വേദനിക്കുന്ന മനുഷ്യരെ നോക്കി പറയാ, സഹോദരേ കരയാതെ, കരയേണ്ട കാര്യമില്ലെന്നേ. എന്തുകൊണ്ടില്ല? പറയാം. ക്രൂശിൻ്റെ പൊരുള് ഇത്രയും വിസ്തരിച്ച മറ്റൊരു മനുഷ്യനില്ല. അദ്ദേഹം പറയാം, എന്താ ക്രൂശിൽ നടന്നത്? ചട്ടങ്ങളാൽ നമുക്ക് വിപരീതമായ കൈയെഴുത്തു മായ്ച്ചു. നമുക്കെതിരെയുള്ള ദുരാലോചനകളുടെ ശക്തിയെ മുഴുവൻ ക്രൂശിൽ തറച്ചു. സാത്താന്റെ ശക്തികളെ മുഴുവൻ ആയുധവർഗം വെപ്പിച്ചു കീഴടക്കി. ജയോത്സവം കൊണ്ടാടിയ ജയത്തിൻ്റെ ചിഹ്നമാ ക്രൂശെങ്കിൽ നമുക്കിന്ന് ആ ക്രൂശിനൊക്കെ ഇട്ട് പറയാം, ഇതെൻ്റെ വിജയത്തിൻ്റെ ചിഹ്നം. പാപസംബന്ധമായി മരിച്ചടങ്ങി ഒടുങ്ങേണ്ട എൻ്റെ ഉയർപ്പിൻ്റെ തെളിവാണ് ഈ ക്രൂശ്. എൻ്റെ പ്രായശ്ചിത്ത ബലിയുടെ പേരാണ് ഈ ക്രൂശ്. എൻ്റെ രക്ഷയുടെ, എൻ്റെ വീണ്ടെടുപ്പിന്റെ മൂലധനമാണ് ഈ ക്രൂശ്. ഇതെന്റെ അവകാശം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഇപ്പൊ ക്രൂശ് പ്രശംസയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ക്രൂശ് നേരിട്ട് കാണാത്ത പൗലോസ് ഈ സംഭവം കഴിഞ്ഞിട്ട് പറയാ, ക്രൂശൻ്റെ പ്രശംസയാ. അക്ഷരാർത്ഥത്തിൽ അങ്ങേര് നേരിട്ട് കണ്ടില്ല, ആത്മാവിൽ കണ്ടു ക്രൂശിനെ. 1800 2000 കൊല്ലം മുമ്പ് മോശയും കണ്ടു ക്രൂശിനെ. കണ്ടിട്ട് പറയാ, അതെൻ്റെ സമ്പത്താ. ഒരുത്തൻ പഴയ നിയമത്തിൽ നിന്ന് അങ്ങോട്ട് കൈനീട്ടി പിടിച്ചിട്ട് പറയാ, ഇതാണ് എൻ്റെ സമ്പത്ത്. ഒരുത്തൻ പുതുനിയമത്തിൽ നിന്ന് ഇത് കാണാത്ത ഒരുത്തൻ തിരിഞ്ഞങ്ങോട്ട് കൈതൊട്ടിട്ട് പറയാ, ഇതാണ് എൻ്റെ പ്രശംസ. നമുക്കിന്ന് ഈ ക്രൂശനെ ഉയർത്തണം. അതിൻ്റെ പൊരുളൊന്ന് തിരിച്ചറിയണം. ഈ സംഭവങ്ങളൊന്ന് പരിശോധിക്കണം. സന്തോഷമാണോ? വായിച്ച തിരുവെഴുത്തിൻ്റെ ഉള്ളടക്കം, മോശ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നു എന്നതാണ്. ആ നിന്ന എന്തെന്ന് ഞാൻ പറഞ്ഞു. ക്രൂശ് അതിൽ തന്നെ ലോകത്തിന് നിന്ദകരമായ ഒരു ശിക്ഷയാണ്. ഇനി പോകേണ്ടത് മോശയിലേക്കാണ്. 2 പദങ്ങൾ കൂടി. ഒന്ന് ക്രിസ്തുവിൻ്റെ നിന്ന, മറ്റൊന്ന് മിസ്രയീമിലെ നിക്ഷേപം. അവ തമ്മിലൊരു തുലനമുണ്ട്. അണ്ടിന് നമുക്ക് മിസ്രയീമിലെ നിക്ഷേപം എന്ത് എന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി ആദ്യം മിസ്രയീം എന്ന ഈജിപ്തിലേക്ക് പോകണം. ആകെയുള്ള ഭൂപ്രദേശത്തിൻ്റെ 96% മരുഭൂമിയാണ് ഈജിപ്തിൽ. 4% വാസയോഗ്യമായ മണ്ണ്, ബാക്കിയൊക്കെ മരുഭൂമി. ഇതൊരു ഉത്തരാഫ്രിക്കൻ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ 2-3 ദിവസം ലഭിക്കുന്ന മഴ ഒരു സീസണിൽ കിട്ടും. മഴയെ പെയ്യാത്ത സംവത്സരങ്ങൾ അവിടെയുണ്ട്. മരുഭൂമിയാണത്. മറ്റൊന്ന്, അഥവാ മഴ പെയ്താൽ നമ്മൾ മലയാളികൾ കാണുന്ന തരത്തിലെ മഴയൊന്നുമില്ല, ചെറിയൊരു ചാറ്റ മഴ.
കാരണം അവർ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ. ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്ന് ഒഴുകുന്നത് ഈജിപ്തിലൂടെയാണ്. നൈൽ നദി ഈജിപ്തിലൂടെ ഒഴുകുന്നത് കൊണ്ട് സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനവും വിപണിയുമൊക്കെ അവിടെ സജീവമാകും. അതുകൊണ്ട് ഈ നൈൽ നദി ഒഴുക്ക് മുടക്കിയാൽ ഈജിപ്ത് എന്നൊരു രാജ്യമില്ല. അപ്പോൾ ഈജിപ്തിൻ്റെ ശക്തി നൈൽ നദിയിലെ വെള്ളമാണ്. അതുകൊണ്ട് ചരിത്രകാരന്മാർ ഈജിപ്തിനെ വിളിച്ചു നൈൽ നദിയുടെ ദാനം. കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും ഈ പദം, ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. അതാണ് ഈജിപ്റ്റ്. തിരിച്ച് നൈൽ നദിയെ വിളിച്ചു ഈജിപ്തിൻ്റെ വെയിൻ, ഈജിപ്തിൻ്റെ ജീവനാടി. മാത്രമല്ല ഈ നൈൽ നദിയെ ഈജിപ്തുകാർ ഒരു ദൈവമായി കണ്ടു. ദൈവം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദേവനായി കണ്ടു. നൈലൊരു ദേവനാണ്. നമ്മുടെ നാട്ടിലൊക്കെ നൈല്, ഈ നദികൾ ദേവതയാണെങ്കിൽ ഈജിപ്തിലെ നൈല് ഒരു ദേവനാണ്. മനസ്സിലായോ? ഇന്ത്യയിലൊക്കെ ഇത് ദേവസങ്കല്പമാണ്, ദേവതാസങ്കല്പമാണ്. അവിടെ ദേവനാണ്. നമ്മുടെ നാട്ടിൽ ഒരു നദി മാത്രമേ ഉള്ളൂ പുരുഷഭാവമുള്ളത്. ബാക്കിയെല്ലാം സ്ത്രീകളുടെ പേരിലാണ് നദി അറിയപ്പെടുന്നത്. ആണുങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു നദി ബ്രഹ്മപുത്രയാണ്, സൺ ഓഫ് ബ്രഹ്മ. ബാക്കിയൊക്കെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 10-15 കൊല്ലം മുമ്പ്, 10-20 കൊല്ലം പറഞ്ഞല്ലോ, അദ്ദേഹം വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഈ നദികളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ ജലക്ഷാമമുള്ള ഇടത്തേക്ക് ഇത് ഒഴുകുക. അപ്പോൾ ചിലടത്ത് പ്രളയം വരുന്നു, ആ പ്രളയത്തിൻ്റെ തോത് കുറയ്ക്കുകയും ചെയ്യാം. ഈ വെള്ളം അങ്ങോട്ട് മാറ്റി ഒരു സംവിധാനത്തിലൂടെ തിരിച്ചു വിട്ടാൽ മതി. വലിയ പ്രോജക്റ്റായിരുന്നു, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റാണ്. പക്ഷേ ഞാനത് കേട്ടപ്പോഴേ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ല, വിജയിക്കുകയില്ല എന്ന് എനിക്കറിയാൻ. കാരണം അത് ഈ പ്രോജക്റ്റിൻ്റെ കുഴപ്പമോ മൻമോഹൻ സിംഗിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഈ നദികളുടെ എല്ലാം പേര് സ്ത്രീകളുടെ പേരാണ്, അവർ യോജിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇത് സഹോദരിമാരൊരു മീറ്റിങ്ങാണ്, നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, യോജിച്ച് പോകാൻ പാടാണ്. രണ്ട് നദികൾ തമ്മിൽ സ്ത്രീകളുടെ പേരായതുകൊണ്ട് യോജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. നിങ്ങൾ കണ്ടോ, ഈ കാറ്റ്, കത്രീന, റീത്ത, ഇതെല്ലാം സഹോദരിമാരുടെ പേരിലാണ്. നമ്മുടെ സഹോദരിമാർ ഇത്തരം ഒരു പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീത്തയും ഒരു കത്രീനയും ഒന്നും അടിക്കാതെ സ്പിരിച്വൽ വോയിസ് വളരെ ഭംഗിയോടെ പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. സന്തോഷമായോ? അപ്പോൾ നമുക്ക് ഈജിപ്തിലേക്ക് വരണം. ഈജിപ്തിൽ ഇതാണ് അവരുടെ ജീവിതം. അപ്പം നൈലൊരു ദേവൻ. ഇതുകൂടാതെ ഇവരുടെ പ്രധാന ദേവനല്ല നൈൽ കേട്ടോ, അവരുടെ സുപ്രീം ഗോഡ്, പ്രധാന ദേവൻ സൂര്യനാണ്. സൂര്യനും നൈൽ നദിക്കും ഇടയ്ക്ക് 2900 ദേവസങ്കല്പങ്ങൾ ഈജിപ്തുകാർക്കുണ്ട്. വിടർന്നു നിൽക്കുന്ന പാപ്പിറസ് ചെടി അവർക്ക് ദേവനാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ആളിക്കത്തുന്ന അഗ്നിയും ആർത്തലയ്ക്കുന്ന സമുദ്രവും ഒക്കെ ദേവസങ്കല്പമാണ്. മാത്രമല്ല പ്രാണികൾ പോലും അവർക്ക് ദൈവസങ്കല്പമാണ്. അവൻ ബയൽ സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആരാ ബയൽ സബൂൽ എന്നറിയണ്ടേ? ബയൽ സബൂൽ ഈസ് ദ കിങ് ഓഫ് ഫ്ലൈസ്. ഈച്ചകളുടെ രാജാവാണ് ബയൽ സബൂൽ. ഈച്ചകൾ പോലും ദൈവ സങ്കല്പമാണ്. ഇതിനെയൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഈജിപ്തുകാർ ഇതിനും പുറമെ മറ്റൊന്നിനെ കൂടി ആരാധിച്ചു. എന്താണെന്നറിയണ്ടേ? മരിച്ചുപോയ മനുഷ്യൻ്റെ ഭൗതിക ശരീരം അവർ ആരാധനയ്ക്ക് വിധേയമാക്കി, അതിനെ ആരാധിച്ചു. മരിച്ചുപോയവൻ്റെ ശവശരീരത്തെ പൂജിച്ചു അവർ, ആരാധിച്ചു അവർ. അതെങ്ങനെയെന്ന് ഞാനൊന്ന് പറയാം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ ചെയ്യുന്നതിനേക്കാൾ ചിലവിട്ടാണ് ഈജിപ്തുകാർ ശവമടക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്
ഈജിപ്തുകാരുടെ ഫ്യൂണറൽ. കഴിവതും ശവസംസ്കാരം വീടിൻ്റെ ഉള്ളിലാണ്. വീടിൻ്റെ ഉള്ളിൽ ശവസംസ്കരിക്കുന്ന എങ്ങനെ? കുഴിയെടുക്കാറില്ല. വിലപിടിപ്പുള്ളൊരു കട്ടിലിൽ ഈ ഭൗതിക ശരീരം കിടത്തി അന്ന് മൃതശരീരം കാണാനെത്തുന്നവർ കൊണ്ടുവരുന്ന സകലവിധ സമ്മാനങ്ങളും അതോടൊപ്പം ചേർത്ത് വച്ച് അയാൾ ഉപയോഗിച്ച മുൾക്കൊളുത്തുകൾ, ചൂണ്ടകൾ, മുപ്പല്ലികൾ, തൂമ്പകൾ, ആയുധങ്ങളെന്തോ അതൊക്കെ ഈ കൂടെ വച്ച് കിട്ടാവുന്ന വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ വ്യത്യസ്ത ഭരണികളിൽ നിറച്ചു വച്ച് അങ്ങനെയാണ് അടക്കുന്നത്. പരേതനെ കാണാൻ പോകുന്ന ആളുകൾ വെറും കൈയോടെ പോയി കൂടാ. വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളിക്കരണ്ടികൾ, പാത്രങ്ങൾ ഇതൊക്കെ കൊണ്ടുവേണം പോകാൻ ശവടക്കിന് പോകുന്ന. അതുകൊണ്ട് മരണം അവർക്ക് വലിയ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട് അതിൽ. കാരണം ഒരു വീട്ടിൽ പ്രായമുള്ള ഒരു മോള് നമുക്കുണ്ടെങ്കിൽ അവളെ നോക്കുമ്പോൾ അപ്പന്മാർക്ക് ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടണമല്ലോ എന്നുള്ളൊരു വേദന വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈജിപ്തുകാരുടെ ദുഃഖം പ്രായമുള്ളൊരു അപ്പച്ചനെ കണ്ടാൽ ഭയങ്കര വിഷമമാണ്. അപ്പച്ചൻ മരിച്ചു പോയാൽ ചിലവാ, ലോൺ എടുത്താലും തിരിയല്ല. അതുകൊണ്ട് മക്കളൊക്കെ അപ്പന്മാരെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും. അപ്പച്ച ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്തോ വേണേലും തരാം. മനസ്സിലായോ? അങ്ങനെയായിരുന്നു ഈജിപ്തുകാർ. ഇത് ഈജിപ്തിൽ ഈ ശവം അടക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ? ഈ കട്ടിലിന് ചുറ്റും ടോമ്പ് കെട്ടിപ്പോക്കുക മുകളിലേക്ക്. ഇതിനകത്താണ് ആൾ വസിക്കുന്നത്, ഇതിനകത്ത്. അപ്പം ഇതൊക്കെ കാണാൻ ഈജിപ്റ്റ് വരെ പോകണമെന്നൊന്നുമില്ല, അധികം ദൂരെയല്ല. ഇതൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. രീതികൾ വ്യത്യാസമാണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി ഇത്തരം വലിയ കാഴ്ചകൾ കാണാൻ തീപ്പൊയ്യെ പോലും കാണാം. അങ്ങനെ പോകാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും കാണാം ഇത്തരം കാഴ്ചകൾ. മൃതശരീരം മറവ് ചെയ്യാത്ത അത്തരമൊരു സംസ്കാരം ഈജിപ്തുകാർ കൊണ്ടുവന്ന ലോകത്ത്. അതിൻ്റെ കോപ്പിയാണ് മറ്റു പലരും ആവിഷ്കരിച്ചേ. എന്ത് പറയാം? ഞാൻ പറഞ്ഞു, ഈജിപ്തിലെ ഒരു സാധാരണക്കാരൻ്റെ മരണം. ഇനി അവിടുത്തെ കോടീശ്വരൻ്റെ മരണമുണ്ട്. അത് ഞാൻ വിട്ടു, സമയക്കുറവുണ്ട്. അത് നിങ്ങൾക്ക് ഊഹിക്കാം, ഇത് ഇത്രയെങ്കിലും അത് അത്രയുമെന്ന്. അവിടുത്തെ രാജാവിൻ്റെ മരണം ഞാൻ നിങ്ങളോട് പറയാം. രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് ഫറവോ. നമ്മുടെ മലയാളം ബൈബിളിൽ ഫറവോൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. ഫറവോ എന്ന് പറഞ്ഞാൽ മതി. ഫറവോൻ്റെ എന്നതിനേക്കാൾ ഫറവോയുടെ എന്നതാണ് ശരി. പ്രത്യയം ഇൻ്റെ അല്ല, ഉടേ വരണം. ഫറവോയുടെ ശവസംസ്കാരം എങ്ങനെ പറയാം? ഈജിപ്തിൽ രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് ഫറവോ. പേര് കാണും, ആ പേരിൻ്റെ കൂടെ ഫറവോ എന്ന് ചേർക്കണം. ആമൻ ഹൊട്ടപ്പ് ഫറാവോ, ഇങ്ങനെയൊക്കെ പേര്. ഫറാവോ മരിച്ചു കഴിഞ്ഞാൽ കൊട്ടാരം വൈദ്യന്മാർ വന്ന് നാടി പിടിച്ച് ശ്വാസം പരിശോധിച്ച് മരണമുറപ്പാക്കുന്നതാണ് ഒന്നാമത്തെ കർത്തവ്യം. മരിച്ചുപോയ ഫറവോയുടെ ശവശരീരം എടുത്ത് ഒരു കൽത്തളത്തിൽ മലർക്കക്കിടത്തിയ ശേഷം ഫറവോയുടെ മൂക്കിലേക്ക് നീളമുള്ള ഒരു മുളന്തണ്ട് കുത്തിയിറക്കും. ഇസിനോഫീലിയ ഉള്ളവർ തുമ്മരുത് കേട്ടല്ലോ. നിങ്ങൾ തുമ്മാൻ പറഞ്ഞല്ല, ശ്രദ്ധിച്ചിരിക്കണം. അലർജി ഉള്ളവർ തുമ്മരുത്. ഫറവോടെ മരിച്ചുപോയ എൻ്റെ മൂക്കിൽ ചെയ്യുന്ന പണിയാണ്. ഇതങ്ങോട്ട് കുത്തിയിറക്കിയ അനന്തരം പച്ചമരുന്നുകളുടെ ഒരു കൂട്ട് ഇതിനുള്ളിലേക്ക് ഒഴിക്കും. ഇതെന്നറിയണ്ടേ? തലച്ചോറ് ദ്രവിച്ച് പുറത്തു പോകാനുള്ള വിദ്യയാണ്. എന്നിട്ട് ശവം കമത്തി കിടത്തും. മൂക്കിലൂടെ തലച്ചോറ് പുറത്തുപോയി. കാരണം ഈജിപ്തുകാരുടെ ധാരണ മനുഷ്യ ശരീരത്തിൽ തീരെ ആവശ്യമില്ലാത്ത ഒന്നാണ് തലച്ചോറ്. ഇതുള്ളതുകൊണ്ടാണ് മരിച്ചത്. ഇത് പോയി കിട്ടിയ രാജാവ് അമർത്യനായി, ഇമ്മോർട്ടലായി, മരിക്കില്ല. അത് എനിക്കും വിശ്വാസമുണ്ട്. ഇനി രാജാവ് മരിക്കുകയില്ല, ഉറപ്പാണ്. ഫറവോ ഇനി മരിക്കുമോ? ഇല്ല, ഉറപ്പാണ്. കാരണം പിന്നെ ജീവനില്ലല്ലോ, പിന്നെ എങ്ങനെ മരിക്കുന്ന? പോട്ടെ. ഇനി ഫറവോയുടെ ശരീരത്തിൻ്റെ നിർണായകമായ ചില ഇടങ്ങളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ അടുത്ത വിദ്യ. ആ സുഷിരങ്ങളിലൂടെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കും വളരെ വിദഗ്ധമായി.
എന്നിട്ട് ഇതിനടുത്തേക്ക് ഒറ്റ മനുഷ്യനോ മറ്റാർക്കും വരാൻ പറ്റില്ല. അപ്പോഴൊക്കെ സൂര്യനെ വന്നിച്ചുകൊണ്ട് അവരിങ്ങനെ പാട്ടുപാടി പ്രകീർത്തിച്ച് ഇതിനുള്ളിലേക്ക് പച്ചമരുന്നുകളുടെ കൂട്ടും സുഗന്ധദായകങ്ങളായ ഔഷധങ്ങളും കൂട്ടി ലിനൻ തുണി മുക്കി ശരീരം മുഴുവൻ പെരുവിരൽ മുതൽ തലവരെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ചുറ്റും. ഇതിൻ്റെ പേരാണ് മമ്മിഫൈ ചെയ്യുക. ഇതിനിടയ്ക്ക് അകത്തുനിന്ന് പുറത്തെടുത്ത ആന്തരിക അവയവങ്ങൾ ഉണക്കി ശരീരത്തിനകത്ത് കയറ്റി കഴിഞ്ഞാണ് ഈ തുണി ചുറ്റുന്നത്. ഇവരുടെ വിചാരം രാജാവ് അമർത്യനായി, ഇനി മറ്റൊരു ലോകത്ത് രാജാവായി കഴിയും. മരിച്ചത് രാജാവല്ലേ, അതുകൊണ്ട് അയാളുടെ ഇഷ്ടപത്നിയെ കൂടി കൊന്ന് കൂടെ സംസ്കരിക്കും. ചിലപ്പോൾ ഒന്നിലധികം പത്നിമാരെ കൂടെ കൊല്ലും. പടയാളികൾ പലരെയും കൊല്ലും, മന്ത്രിയെ കൊല്ലും. ഒരു നീണ്ട ശവസംസ്കാരമാണ് ഇത്. ചിലതൊക്കെ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാൽ രക്ഷപ്പെട്ടനെ, രാജ്യം രക്ഷപ്പെട്ടനെ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചിലതൊക്കെ കൊള്ളാം, തീരെ മോശമായ കാര്യങ്ങളല്ല. അവർക്ക് ചെറിയ ചില വിവരങ്ങളുണ്ട്. ഇവരെ ഇങ്ങനെ സംസ്കരിക്കും. എന്നിട്ട് ഇവരെ അടക്കം ചെയ്യുന്ന കല്ലറയുടെ പ്രത്യേകത പറയാം. കല്ലറ എന്ന് കേട്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നിന്ന് തിരിയാനിടയില്ലാത്ത നമ്മുടെ സെല്ല. അത് വിട്. ഈജിപ്തിലെ ഒരു ഫറവോ കിടക്കുന്ന കല്ലറയുടെ വലിപ്പം 13 ഏക്കറാണ്. 13 ഏക്കർ വിസ്തൃതിയിലെ ഏതാണ്ട് 450 അടി ഉയരത്തിലെ ഈ ഡെസ്കിൻ്റെ വലിപ്പമുള്ള കല്ലുകൾ, ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടി അടുക്കും ചിട്ടയോടും കൂടി വാസ്തുവിദ്യയുടെ പൗരാണികമായ ആ ചിന്താതലങ്ങളെ മുഴുവൻ സാംശീകരിച്ച് പണി കഴിപ്പിച്ച പടുകുറ്റൻ ഗോപുരം. അതിൻ്റെ പേരാ പിരമിഡ്. ഈ പിരമിഡ് ഒരു കൊട്ടാരമാണ്. അതിനകത്ത് ആ ഫറവോയെ അടക്കിയിരിക്കുന്നത്. ആ ഫറവോയെ അടക്കിയ കുറ്റാക്കുറ്റിരുട്ടുള്ള ആ പിരമിഡിനുള്ളിൽ നിങ്ങൾ കയറിയാൽ ഇരുട്ടല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയപ്രകാശം. എങ്ങനെ കിട്ടിയെന്നറിയണ്ടേ? പണിയുടെ വൈഭവം കൊണ്ട് സൂര്യകിരണങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പലതരം വഴികൾ, വാതിലുകൾ. ഇത് ഏതുവഴി വരുന്നു എന്ന് നമ്മൾക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. പിരമിഡുകളെക്കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖയുണ്ട്. അവരെപ്പോലും വിസ്മയിപ്പിക്കും. ആധുനികമായ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യനെങ്ങനെ ഇത്രയും പടുകൂറ്റൻ കല്ല് ഈ 450 അടി ഉയരത്തിൽ കയറ്റി? മനസ്സിലായോ? കല്ലറപടിയാ. തീർന്നില്ല. ഈ ഇരുട്ട് സൂര്യകിരണം മാത്രമല്ലെന്നേ, അതിനകത്ത് വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ഭരണികൾ. ആ ഭരണികളിൽ പത്മരാഗ കല്ലുകൾ, ഗോമേതക കല്ലുകൾ, വജ്രവും വൈഡൂര്യവും കൊണ്ടുള്ള നിരവധി മുത്തുകൾ, ആഭരണങ്ങൾ, സ്വർണ്ണനിർമ്മിതങ്ങളായ നിരവധി സംഭവങ്ങൾ. ഫറവോയെ അടക്കം ചെയ്തിരിക്കുന്നത് പോലും സ്വർണ്ണപ്പെട്ടിയിലാണ്, സ്വർണ്ണ പേടകത്തിൽ. 5000 വർഷം പഴക്കമുള്ള, യേശുവിനും 2500 വർഷം പഴക്കമുള്ള ഈജിപ്തിലെ ശവകുടീരങ്ങളുണ്ട്. മമ്മിഫൈ ചെയ്ത പഴയ ബോഡികൾ ഇന്നും കേടുകൂടാതെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ഈജിപ്തിലെ ഫറവോനിക് വില്ലേജിലുമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തിനാ ഇത്രയും പറഞ്ഞേ? മിസ്രൈമിലെ നിക്ഷേപം എന്താണെന്ന് മനസ്സിലായോ? ഈ ഇരിക്കുന്ന സാധനങ്ങൾ പത്മരാഗ കല്ലുകൾ, പവിഴമുത്തുകൾ, ഗോമേതക കല്ലുകൾ, വൈഡൂര്യം മാലകൾ, സുഗന്ധീരത്നങ്ങൾ, ഇങ്ങനെ വിലമതിക്കാനാവാത്ത നിക്ഷേപങ്ങളുടെ വലിയ കലവറയാണ് ഈജിപ്തിലെ ഇത്തരം പിരമിഡുകൾ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട്. മോശ ഫറവോയുടെ പുത്രിയുടെ മകനായിരുന്നെങ്കിൽ ഇങ്ങനെ അടക്കം കിട്ടണ്ടേ. ഇതാ വേണ്ടെന്ന് വച്ചിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന മതിയെന്ന്. അന്നേരം ആ ചിലർ പറയുന്നത് അപ്പച്ചൻ കിടന്നിടത്ത് എനിക്ക് കിടക്കണോ? വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരുമായിരുന്നു. മിസ്രയീമിലെ നിക്ഷേപം എന്ത് മനസ്സിലായി? ഇതിനെ ആരാധിച്ചും ബഹുമാനിച്ചുമൊക്കെ പോരുന്ന നാട്ടിൽ 450 വർഷം
ഇസ്രായേൽ മക്കൾ അടിമകളായി കഴിയുമ്പോൾ രാജ്യത്തൊരു പ്രത്യേക പരിതസ്ഥിതി. എന്തത്? അടിമകളുടെ എണ്ണം പെരുകുന്നു. ആഭ്യന്തര കലാപത്തിലൂടെ നാളെ രാഷ്ട്രം പിടിച്ചെടുക്കുമോ? അത് വരാതിരിക്കാൻ ഒരു ഉത്തരവ്. എന്താ ഉത്തരവെന്നറിയണ്ടേ? ഇനി ആൺകുട്ടികളൊന്നും പാടില്ല. പ്രായം വെച്ച് നോക്കി അഹരോന് പോലും ജനിക്കാൻ ഒക്കില്ല. ഇത്തരം ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കണം, നിയമം കർശനമാകാത്ത കാലത്ത് നടന്ന അനധികൃത ജനനമാണ് അഹരോൻ്റെയൊക്കെ. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെയൊക്കെ നിയമം കർശനമാക്കി. ആൺകുട്ടികൾ ജനിക്കണ്ട, പെമ്പിള്ളേരൊക്കെ വളർന്നോട്ടെ. കണ്ടോ, ചരിത്രം നോക്കിയാൽ പുരുഷന്മാരനുഭവിച്ച പീഡയ്ക്ക് കയ്യും കണക്കുണ്ടോ? ഒന്നുമില്ല. സൗകര്യമാരും അത്രയല്ല. നീ ആണുങ്ങൾ ജനിക്കാൻ പോലും അവകാശമില്ല. അതിനെ മറികടന്നാണ് മോശയുടെ ജനനം. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ജനിച്ചു വീണ കുഞ്ഞിനെ കൊന്നുകളയണം. കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ അപ്പനും അമ്മയ്ക്കും കഴിയില്ലെങ്കിൽ സൂതികർമ്മിണികളുണ്ട്. അവരെ ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുക. ആണാണെ അന്നേരെ കൊന്നേക്കണം. പക്ഷെ അവർ സ്ത്രീകളല്ലേ, ഒരു കുഞ്ഞിനെ കൊല്ലുകയോ? അങ്ങനെയൊക്കെ അവരുടെ വിട്ടുവീഴ്ച കൊണ്ടുമൊക്കെ ഒത്തിരി പേര് വളർന്നു. ആ കൂടെ അഹരോനും വളർന്നു. നിയമം കർശനമായൊരു ഘട്ടത്തിൽ മോശ ജനിച്ചു. കൊല്ലാൻ ഏൽപ്പിക്കേണ്ടതാ. പക്ഷേ അവൻ്റെ മുഖത്തൊരസാധാരണത്വം, അവൻ്റെ മുഖത്തൊരു നിശ്ചയദാർഢ്യം, അവൻ്റെ മുഖത്ത് ഒരു തേജസ്. അത് അപ്പനും അമ്മയും കണ്ടു. എന്തും വരട്ടെ, നമുക്കിവനെ സൂക്ഷിക്കണം. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ചില അമ്മമാർ വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ പെൺകുട്ടികൾ കുഞ്ഞുങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ പക്കലിരിക്കുന്ന ആ കുഞ്ഞിനെ 3 മാസം ഒന്ന് ഒളിപ്പിച്ചു വെക്കാവോ? പറ്റുമോ? വേണ്ട, നമുക്ക് 3 ആഴ്ചയായിട്ട് ചുരുക്കാം. പറ്റുമോ? വേണ്ട, അത് 3 ദിവസമാക്കാം. പറ്റുമോ? 3 മണിക്കൂർ ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ 3 മാസം സുരക്ഷിതത്വമില്ലാത്ത ഒരടിമക്കുടിലിൽ ഒരു കുഞ്ഞിനെ ഒതുക്കി വച്ചിരിക്കുക. അനങ്ങാൻ വയ്യ, അവന് ചിരിക്കാൻ വയ്യ, കരയാൻ വയ്യ. ആ വീട് മുഴുവൻ ജാഗ്രതയാണ്. അഹരോൻ പുറത്തിങ്ങനെ കാത്തു നിൽക്കുക. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കുക. ഇവിടെ ഗർഭവതിയായ ഒരു സ്ത്രീ ഉണ്ടെന്ന് നാട്ടുകാർ പലർക്കും അറിയാം. അവരോടൊക്കെ പറഞ്ഞു, കുഞ്ഞ് അപ്പോഴേ ജനിച്ചപ്പോഴേ മരിച്ചുപോയി, ഞങ്ങൾ അടക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇല്ല. അമ്മ അവനെ ഇങ്ങനെ താരാട്ടുപാടിയൊക്കെ ഉറക്കുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്ത് വന്നുകൊണ്ടാ. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഈ മിറിയാം എന്ന് പറഞ്ഞൊരു പെങ്ങളാണ്. അതെനിക്ക് മനസ്സിലായതേ. എൻ്റെ മക്കൾ 3 പേരാണ്. ഏറ്റവും ഇളയൊരു മോൻ. അവൻ എന്നെപ്പോലെ കുസൃതിയുള്ളൊരു പയ്യനാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല വരുള്ളൂ. ഇവൻ ഈ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ തല്ലാൻ പിടിക്കുമ്പോൾ ആ വലിയ കൊച്ചിന് വലിയ വിഷമായിട്ട് തല്ലുന്നത്. രണ്ടാമത്തെ കൊച്ചിനൊരു തോന്നലുണ്ട്, 2 കിട്ടുന്നത് കിട്ടിക്കോട്ടെ. വലിയ കൊച്ചിന് വലിയ സങ്കടമാണ്. അതിന് അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇവനെ ഞാൻ തല്ലാൻ പിടിക്കുമ്പോഴേ അവനെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റി ഇങ്ങനെ ഒലച്ചിട്ട് തല്ലുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് എടുത്തോണ്ടങ്ങ് പോകും. നമുക്ക് വിട്ടു തരികയല്ല. അവനെ കൊണ്ടൊരു പോക്കാ. നീ അല്ലേലും കുസൃതിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചൊരു വെപ്പും വെച്ച് ഇവനെ എടുത്തുകൊണ്ടങ്ങ് പോകും. അവൻ തല്ലാൻ വയ്യ, നമുക്ക് വിട്ടു തരികയല്ലോ തല്ലാൻ. മോശ കരയുമ്പോഴേ അമ്മ പോലും നോക്കുന്നതിനേക്കാൾ ആധികാരിയായിട്ടേ പിഞ്ചോമനെ കയ്യിലെടുത്തിട്ട് കരയാതെ ഇങ്ങോട്ട് നോക്കിയേ, ചേച്ചിയെ നോക്കിയേ, ഇങ്ങോട്ട് മാറോട് ചേർത്ത് പിടിച്ച് ശബ്ദം പുറത്തു വരാതെ ഇതാ ഇങ്ങനെ തഴുകി അമക്കി വെച്ചിരിക്കുക. ഇവിടൊക്കെ മോശ ഇതോടങ്ങ് പൊരുത്തപ്പെട്ട് അവന് ചിരിയില്ല, കരച്ചിലില്ല, അഥവാ കരഞ്ഞാൽ ശബ്ദമില്ല. എനിക്കൊന്ന് ഇങ്ങനെ ആയിരിക്കും ആൾ വീക്കനായത്. ശാസ്ത്രീയമായിട്ടത് ശരിയല്ല കേട്ടോ, എൻ്റെ ഒരു കണ്ടെത്തലാണ്. കുട്ടികൾ ഈ ചെറുപ്രായത്തിലൊക്കെ കരയണം, ചിരിക്കണം, ഇതൊക്കെ നടക്കേണ്ട സമയമാണ്. ഈ ശബ്ദമൊക്കെ ശരിയായി വരേണ്ട ഒരു സമയമാണ്. അതിനായി നേഴ്സ് കൊച്ചിനിട്ട് തല്ലി കരയിക്കുന്നുണ്ടോ? എന്തിനാ കരയിക്കുന്നത്?
ഈ ഓക്കൽ കൂടൊക്കെ ഫങ്ഷൻ ചെയ്യണം ശരിക്ക്. ഇതിനു വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് വല്ലാതെ കരയും. കണ്ടിട്ടുണ്ടോ? നമ്മുടെ വിചാരം എന്തോ പോരാട്ടമാണ്, ശവക്കോട്ടയുടെ അതിലേ വന്നോണ്ടാ, അപ്പുറത്തെ ആരോ എന്തോ ചെയ്തതാ, അവരെ മുമ്പിലൂടെ ഒന്നും കുഞ്ഞിനെയും കൊണ്ട് പോകരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞ ഒന്നല്ല. അസ്ഥികൾ വളരുമ്പോൾ അതിനെ താങ്ങാനുള്ള ശേഷി മാംസത്തിന്, മസിലിനില്ല. അതിങ്ങനെ വളർന്നു വരിക. ഈ പല്ല് വളരുമ്പോൾ നമുക്ക് വേദന വരുന്നില്ല, കുഞ്ഞിനോട്ട് പറയാനും വയ്യ. നമ്മളൊക്കെ ഇങ്ങനെ വന്നാൽ ഓർക്കാത്തതാ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് കിടന്ന് ബഹളമൊന്നും വെക്കണ്ട. ചിലർ ഇങ്ങനെ ഈ കരയുന്ന കുഞ്ഞിനെ അന്നേരേ സുവിശേഷ വിലയ്ക്കിങ്ങ് സമർപ്പിക്കും. ഇവനായി പിന്നെ ഈ മല്ലെല്ലാം കാണിക്കുന്നത്. അവന് വിളിയും തിരഞ്ഞെടുപ്പൊന്നുമില്ല. അവനാ കരഞ്ഞതിൻ്റെ പേര് ഒരു അര പാരസെറ്റമോൾ കൊടുത്ത് അങ്ങ് ഉരയ്ക്കാൻ മതി. ഈ ചെറുക്കനെ നിങ്ങളിങ്ങനെ ആക്കരുത്, സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കരുത്. ഇവനായി പുകലെല്ലാം കൂടെ ഉണ്ടാക്കുന്നത്. മോശയുടെ കരച്ചിലേ അടക്കി ഒതുക്കി. പക്ഷെ ഒരു കാര്യം, ഇപ്പം 3 മാസമായി, ഇനി രക്ഷയില്ല. എങ്ങനെയൊക്കെ തടഞ്ഞാലും രക്ഷയില്ല. അതിനനുസരിച്ച് ഈ ബന്ധം ദൃഢപ്പെട്ട് വൈകാര്യമായ ആ ബന്ധമുണ്ടല്ലോ, അതങ്ങ് കൂടി. അപ്പന് കളയാൻ വയ്യ, അമ്മയ്ക്ക് ഒഴിവാക്കാൻ വയ്യ. അപ്പോൾ ഇവർ ഓർത്തു, അന്നേ അങ്ങ് മരിച്ചിരുന്നില്ല, ഈ ദുഃഖമില്ല. ഞാനിന്ന് ചാക്കോ സാറിനെ വിളിക്കുമ്പോൾ ഒരമ്മ അതീവ ദുഃഖത്തിലായിരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ബൈബിൾ കോളേജിൽ ഒരു സഹോദരി പഠിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ വല്ലാതെ മൂടോഫായിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലാകുക, 20 വയസ്സുള്ളൊരു മോൻ മരിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. നമ്മൾ പല കാര്യം പറഞ്ഞിട്ട് ചിന്തിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഒടുക്കം അറിയുന്ന ഈ കാര്യം. ആര് പറഞ്ഞൊരു കാര്യം, അവൻ നേരത്തെ മരിച്ചിരുന്ന ഇത്രയും ദുഃഖമില്ല. സത്യം അമ്മ പറഞ്ഞേ. കുഞ്ഞിൻ്റെ വിയോഗം അമ്മയ്ക്ക് താങ്ങാൻ വയ്യ. ആ വേദനയുടെ തീവ്രതയിൽ അങ്ങനെ നിൽക്കവേ മോശ എന്ന ആ കുഞ്ഞിനെ കളയാതെ വയ്യ. അപ്പൻ ഉറപ്പിച്ചു, ഇനി പറ്റില്ല. അദ്ദേഹം പാപ്രസിൻ്റെ കാണ്ഡം ശേഖരിച്ചു. ഞാങ്ങണ എന്ന മലയാളത്തിൽ ത്രികോണാകൃതിയുള്ളൊരു ചെടിയാണ്. അതങ്ങോട്ട് വെട്ടി അതിൻ്റെ പുറംപാളി കൊണ്ട് കൊട്ടമെനയാം, അകമ്പാളി അതിനകത്ത് കിട്ടുന്ന പൾപ്പെടുത്താണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. ഈ പുറംപാളി എടുത്ത് വെട്ടി റെഡിയാക്കി ഒരു ബാസ്ക്കറ്റ്, ഒരു കുട്ട, ഒരു കൂട മെനഞ്ഞു. മാർദ്ദവ വസ്തുക്കൾ പഞ്ഞിയും പശയൊക്കെ തൂത്ത് വെള്ളം കയറാതാക്കി പഞ്ഞിയിട്ട് മാർദ്ദവം വരുത്തി യേശുവിനെ അതിൽ വച്ചു. മോശ അതിൽ വച്ചു. മോശക്കൊണ്ട് നേരെ ഈ ഈജിപ്തിലെ നൈൽ നദിയിൽ വെച്ചു. ഞാൻ നൈൽ നദിയെപ്പറ്റി ഒന്ന് പറഞ്ഞിരുന്നു. നൈൽ നദി ഈജിപ്ഷ്യരുടെ ദേവനാണ്. ആ ദേവന്റെ മാറിലേക്ക് മോശയെ വച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ആത്മീയ ഉൾക്കാഴ്ചയുള്ള നിങ്ങൾക്കൊരു കാഴ്ച കാണാം. മറ്റൊന്നുമല്ല. ആരാണ് നൈൽ? ഈജിപ്തിൻ്റെ ജീവനാഡി, ഈജിപ്തിലെ മനുഷ്യരുടെ ആവേശം, ഈജിപ്തുകാരൻ പൂജിക്കുന്ന ഒരു നദി, ഈ ദേശത്തിൻ്റെ നദി. ആരാണ് മോശ? 450 വർഷങ്ങളിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം. സൂക്ഷ്മമായി നോക്കിക്കേ, നിങ്ങൾക്കൊരു പോരാട്ടം കാണാം. നൈൽ നദി പറയും, നിന്നെ ഞാൻ മുക്കും. ആഴങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന മുതലകൾ നിന്നെ വിഴുങ്ങും. ആഞ്ഞടിക്കുന്നൊരു കാറ്റിൽ ഈ പേടകമൊന്ന് ഉലഞ്ഞാൽ മതി, നീ താഴെ വീഴും. അതിശക്തമായ ഒഴുക്കൊണ്ട് താഴെ ആ പ്രളയത്തിൽ അകപ്പെട്ട് നിന്റെ ചരിത്രം ഇല്ലാതായിത്തീരും. അപ്പോഴും ഭക്തനൊരു കാര്യം തിരിച്ചറിയാം, അവനിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ഒരസാധാരണത്വം സകല വെല്ലുവിളികളെയും തോൽപ്പിച്ചുകൊണ്ട് ആ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ആ 100 ആപത്തിൽ നിന്ന് ഭക്തൻ ജയകരമായി രക്ഷപ്പെട്ട് അതിജീവനത്തിന്റെ വഴിയിലൂടെ വരാൻ കാരണം നൈൽ നദിക്ക് കരുത്തില്ലാഞ്ഞിട്ടല്ല, കാത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ആഴക്കയത്തിലെ മുതലകൾക്ക് ശേഷിയില്ലാഞ്ഞിട്ടല്ല, ഉയരത്തിലെ നിയോഗം എനിക്ക് താങ്ങായി തണലായി നിന്നതുകൊണ്ട് ഉന്മൂലനം ചെയ്യാനുള്ള വഴികളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജീവനത്തിന്റെ ബലത്തോടെ ഇന്നും ഇവിടെ എത്തിയ 100 കണക്കിന് ഭക്തന്മാരുണ്ട്. അവരുടെ കാര്യം ഉറപ്പിക്കുക, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല.
നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ആനന്ദകരമാണ് അവിടെ ഈ ക്രിസ്ത്യ ജീവിതം. ആ പോരാട്ടം ഏറ്റെടുക്കുമ്പോൾ മോശയ്ക്ക് വയസ്സ് കഷ്ടിച്ച് 3 മാസം. താഴെ ഫറവോടെ മകള്, അവളെടുത്തതും വളർത്തിയതും ഒക്കെ ഞാൻ നീട്ടുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം. ഈ മിറിയാം വന്നിങ്ങനെ കരയ്ക്ക് നിൽക്കുന്ന രംഗമൊന്ന് ആലോചിച്ച്. അതിന് മുമ്പൊരു സംഭവം ഉണ്ടേ. ഈ പെട്ടകം ഇതൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അപ്പം ഈ പെങ്കൊച്ചിന് ആകാംക്ഷ, ഇതെന്താണ് പപ്പ ചെയ്യുന്നത്? അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്തു ചെയ്യുന്നത്? അപ്പായ്ക്ക് സത്യം പറയാൻ പറ്റുമോ അവളോട്? ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ പറയാ, ഇതേ കുഞ്ഞാവയ്ക്കൊരു തൊട്ടിയാണ്. അവക്കങ്ങ് സന്തോഷം. കുഞ്ഞാവയ്ക്ക് തൊട്ടി, ഇനി അതിനകത്തിട്ട് ആട്ടും പരിപാലിക്കും 100 സങ്കല്പങ്ങളോട് ഇരിക്കേ. അമ്മയുടെ ഒക്കത്ത് താരാട്ട് പാടി ഉറങ്ങിക്കൊണ്ടിരുന്ന മോശയെ അപ്പനിങ്ങ് പിടിച്ചു വാങ്ങി. അമ്മ ഒരു ചുംബനം കൂടി കൊടുത്ത് അവനെ വിട്ടു. അപ്പനെ കുഞ്ഞിനെ ഇതിലാക്കി ഈ നദീതീരത്തേക്ക് പോകുമ്പം മിറിയാൻ കൂടെ പോയി. ഒന്നും അറിയില്ല. ഒടുക്കം വെള്ളത്തിൽ ഏൽപ്പിക്കുമ്പോൾ ബാക്കി കാണാനുള്ള ത്രാണിയൊന്നും അപ്പനില്ല. അതാണ് അപ്പൻ. ബാല്യത്തിലൊക്കെ നമുക്ക് ഏറ്റവും വെറുപ്പുള്ളത് അപ്പനെയാണ്. വിശേഷിച്ച് ആൺകുട്ടികൾക്ക് അപ്പനെ സഹിക്കാൻ പാടാ. പെൺപിള്ളേരുടെ ഒരു മയമൊക്കെ ഉണ്ട്. എല്ലാ അപ്പനും അങ്ങനെയാണ്. നമ്മളും അപ്പനാകുമ്പോഴങ്ങനാണേ. എല്ലാ അപ്പനോടും പിള്ളേർക്ക്. എൻ്റെ മോനെ ചോദിക്കാറുണ്ട്, പപ്പ ഇന്ന് യോഗത്തിനൊന്നും പോകുന്നില്ലേ? എന്നാൽ ഞാനവിടെ ഇരിക്കുന്നവന് ഇഷ്ടമല്ല. പിണക്കുണ്ടായിട്ടല്ല, അവനെന്തൊക്കെയോ ഓപ്പറേറ്റ് ചെയ്യണം. അതിനാ എന്താണ് അപ്പനോടുള്ള വിരോധം? അപ്പൻ വഴക്ക് പറയും, തല്ലും, ശാസിക്കും. നമുക്ക് അപ്പനെ മനസ്സിലാകുന്ന എപ്പോഴാണെന്നറിയണ്ടേ? എമ്പിള്ളേരുടെ ഒരു മയമുണ്ട്. പക്ഷെ അപ്പനെ അറിയാനൊരു വഴിയുള്ളൂ. +2 ഒക്കെ കഴിഞ്ഞേ കുഞ്ഞുങ്ങൾ കേട്ടോണം. എന്നെ പഠിക്കാൻ വിടുക. ഇവിടെ അല്ല കോയമ്പത്തൂർ, അല്ലേ ബാംഗ്ലൂർ. അമ്മ 100 ഉപദേശം പറയും, അങ്കിള് പറയും, അപ്പനൊന്നും പറയല്ല. അപ്പനൊരു കാലി ചായ അടിച്ച് ആഹാരം കഴിക്കാതായിട്ട് ദിവസങ്ങളായി. ചായ പിടിച്ച് നിൽക്കുക. വിശപ്പില്ലഞ്ഞിട്ടല്ല, വയ്യ തിന്നാൻ. നീ കാരണം ഇത്രേ ഉള്ളൂ, നീ പോവുക. അമ്മ കരഞ്ഞേച്ച് പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിച്ചൊക്കെ വിടും. ഇയാളെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് മോനെ കയറ്റി വിടുമ്പം മോന് നോക്കിയാൽ അമ്മ കരയുന്ന കാണാം, മറ്റു പലരും കരയാം, അപ്പം കരയില്ല. കൈയൊക്കെ കാണിച്ചു അങ്ങോട്ട് കയറി. ഈ ട്രെയിൻ ചലിച്ചു തുടങ്ങിയിട്ട് മോൻ ചുമ്മാ അതൊന്ന് പുറത്തേക്ക് നോക്കണം, ഒരു കാഴ്ച കാണാം. ആരും കാണാതെ അപ്പൻ കണ്ണു തുടയ്ക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റില്ല. അതാണ് അപ്പൻ. അലമുറ കൂട്ടി കരയില്ല. അപ്പൻ കരയുന്ന ആരും കാണത്തില്ല. കാരണം പുരുഷൻ കരഞ്ഞാൽ കൂടെ എല്ലാവരും കരയും. അയാൾക്ക് കരയാൻ കഴിയില്ല. അയാളുടെ ഏകാന്തതയിലാണ് കണ്ണീര്. അങ്ങനെങ്കിൽ ഈ മോശ ഇങ്ങനെ ഒരുക്കിയിട്ടേ അപ്പൻ വീട്ടിൽ വന്ന് കരയാൻ വയ്യ. അഹരോനും അങ്ങനെ. അയാൾ മുറ്റത്തിങ്ങനെ തലയിൽ കൈവച്ച് നിൽക്കുക. മിറിയാം നദിയുടെ തീരത്തും അമ്മ അകത്തും. കൺട്രോൾ വിട്ട് നെഞ്ചു പൊട്ടി വിങ്ങിപ്പൊട്ടുന്ന അപ്പനെ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, കരയാതെ, കരയില്ലേ, അങ്ങോടി കരഞ്ഞ ഞാനൊരു ഭ്രാന്തിയാകും. നൊമ്പരപ്പെട്ട് ജന്മം കൊടുത്ത കുഞ്ഞിനെ നല്ലൊരു ചുംബനം പോലും കൊടുക്കാനാവാതെ അവനോട് വിട പറഞ്ഞ വേദനയിൽ അങ്ങ് കരയില്ലേ? പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്കാണ് മിറിയാം ഇവനെ അങ്ങോട്ട് എടുത്തു പോക്കി അന്തസ്സോടെ നടന്നു വരുന്നു. ഈ കുഞ്ഞിൻ്റെ ആ ശബ്ദം കേട്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞിതേ വരുന്നു. അപ്പൻ പറഞ്ഞു, ഏയ് നിൻ്റെ തോന്നല, നിങ്ങൾ ശ്രദ്ധിക്കുക, കുഞ്ഞിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. രണ്ടാൾ ഓടി ചെല്ലുമ്പോൾ കാണുന്നതേ ഒറ്റക്കല്ല, ഒരു വലിയ ജനാവലി വന്നിരിക്കുന്നു.
സൈനിക മേധാവി വന്നിരിക്കുന്നു. ഇന്നലെ വരെ അടിമയായി കണ്ട സ്ത്രീയെ വിളിക്കുക, ഭവതി നിനക്കിത് ഏറ്റെടുത്തുകൂടെ? ഒരു ജോലി ഏറ്റെടുത്തുകൂടെ? അമ്പരപ്പിക്കുന്ന ചില മറുപടികൾ ഭക്തന് പ്രാർത്ഥനയിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തംപരമായ ചില മറുപടികൾ അവിടുത്തെ പക്കലുണ്ട്. ഇവന്റെ പ്രാണനൊന്ന് കണ്ടാൽ മതി എന്ന പ്രാർത്ഥന അല്ലല്ല. രാജകീയമായ ഭോജനം നൽകിക്കൊണ്ട്, നാട്ടിലാർക്കും കിട്ടാത്ത മാന്യത നൽകിക്കൊണ്ട്, ഇതുവരെ കിട്ടാത്ത ജീവിതത്തിന്റെ മൂല്യങ്ങളുടെ വഴിയിലൂടെ ഉയർത്തുവാൻ കഴിയുന്നവന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ലഭിച്ച നന്മയ്ക്കൊക്കെ നന്ദിയുള്ളവരായിരിക്കണം. തമ്പുരാനെ, തന്നതെല്ലാം നിന്റെ കൃപ, നീ നൽകിയതല്ലാതെ അടിയൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ കുടുംബം അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. അമ്മ ഈ താരാട്ട് പാടുമ്പോഴൊക്കെ അത് കുറേ മനഃശാസ്ത്രമാണ്. നമ്മളാ കേൾക്കുന്ന പാട്ടുമൊക്കെ അതിനാ പറഞ്ഞ കുഞ്ഞുങ്ങളെ താരാട്ട് പാട്ടുമ്പം വല്ല ദൈവവചനമൊക്കെ ഉള്ള പാട്ടങ്ങ് പാടിയാൽ മതി. മനസ്സിലായില്ലേ? ദൈവവചനമുള്ള പാട്ട് പാടണം. അല്ലെ ശത്രുക്കളെ ഉപദ്രവിക്കുന്ന കാര്യമെല്ലാം കൊച്ചിനെ പാടി അവൻ പ്രായമാകുമ്പോൾ ആകെ ഗുലുമലാവും. ദൈവവചനം മാത്രം അങ്ങനെയുള്ള ആ പാട്ടുകളൊക്കെ പാടി കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കണം. ഈ ഫറവോടെ ദുഷ്കൃത്യങ്ങളും വിസേചനത്തിൻ്റെ കഷ്ടതയൊക്കെ പാട്ടാക്കി മാറ്റി അമ്മ ഇങ്ങനെ ചെറുപ്പം മുതലേ പാടി ശത്രു ആരാണെന്നും ആ എതിരാളി ആരാണെന്നും പ്രാർത്ഥിക്കുന്നവനാരാണെന്നും താനാരാണെന്നും ഒക്കെ മോശയ്ക്ക് ചെറുപ്പത്തിലെ പിടികിട്ടി. അങ്ങനെയാണ്. ബാക്കി നിങ്ങൾക്കറിയാം. മിസ്രൈമിനെ കൊന്നത്, എബ്രായരവരെ എതിർത്തത്, മോശ അമ്മായപ്പൻ്റെ വീട്ടിൽ പോയത് 80 വയസ്സ് വരെ, 40 വയസ്സ് വരെ കൊട്ടാരത്തിൽ, അടുത്ത 40 വയസ്സ് വരെ അമ്മായപ്പൻ്റെ വീട്ടിൽ ആടുകളെ മേയ്ക്കുക. നമ്മളിതൊക്കെ കേട്ടിട്ട് പാസുമാരെല്ലാം പ്രസംഗിക്കുക, അമ്മായപ്പൻ്റെ വീട്ടിൽ നാണമില്ല എന്നൊക്കെ ഒരു പാഷ പറഞ്ഞു കിട്ടും. അവിടെ പോയി നിൽക്കുക. ഇതൊക്കെ നമുക്കൊക്കെ കിട്ടാത്ത ഭാഗ്യം ഓർത്ത് നമ്മൾ മോശയെ കുറ്റം പറയുന്ന. മനസ്സിലായില്ലേ? ആ, ഈ 40 വർഷം മോശ കളഞ്ഞെന്നാണ് ഞങ്ങളുടെ വിചാരം. ഈ മോശടത്തരമുള്ള ആടിനെ വളർത്തി ചവിട്ടും തുപ്പും അടിയും എല്ലാം കിട്ടി മോശ പഠിച്ചു ജനത്തെ നയിക്കാൻ. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിൽ ശ്രേഷ്ഠമായിരുന്ന ആടിനെ വളർത്തിയ സകാലം അവിടെ കിടന്ന് പഠിച്ചു. ചവിട്ടുന്ന ആട്, ഇടിക്കുന്ന ആട്, പരസ്പരം ഏറ്റുമുട്ടുന്ന ആട്, ഈ ആടുകളെ നോക്കി പഠിച്ചു മോശ. ഒടുക്കം മോശയ്ക്ക് മനസ്സിലായി, ഇനി എൻ്റെ ലൈഫ് തേണ്ടിയതാ, ഇനി ഇതിനപ്പുറത്തേക്കില്ല. നമ്മൾ എഴുതി തള്ളുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നേ. സ്വയം എഴുതി തള്ളരുതേ. പ്രായം കൂടിയെന്നോ ആര് പറഞ്ഞു എഴുതി തള്ളാതെ? സുഖമില്ലെന്നോ എഴുതി തള്ളരുതേ. സ്വയം ആ നെഗറ്റീവ് സ്പിരിറ്റ് വരാതെ നമുക്ക് നമ്മെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. ഇതുവരെ പ്രസംഗിച്ചതല്ല ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രസംഗം ഞാൻ പ്രസംഗിക്കാനിരിക്കുന്നതാ. ഇതുവരെ ചെയ്തതല്ല ഏറ്റവും ശ്രേഷ്ഠമായത്. അതിലും സുശക്തമായ ശുശ്രൂഷകൾ, സുശക്തമായ ജീവിതമണ്ഡലങ്ങൾ ദൈവം എനിക്കായി കരുതി വച്ചിരിക്കുന്നു. ഇതുവരെ പാടിയതല്ല, ഇനിയും കാത്തിരിക്കുന്നു. എൻ്റെ അവസരങ്ങൾ എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ലോർഡ്. ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. മോശ ഇതെല്ലാം കേട്ടു പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാ, ഞാൻ അവിടെ ചെന്ന് ഇയാളോട് പറയുക എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. അപ്പോൾ എന്തോ പറയും? അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പേരല്ലേ ചോദിച്ചേ? പേര് വളരെ സിമ്പിളാണ്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. അഹൈ അഷർ അഹൈ. ദൈവം പ്രയോഗിച്ച പദം അതാ. ഈ ഹൈ അഷറഹൈ, ഞാൻ ആരായിരിക്കുന്നു അതാ ഞാൻ. എന്തൊരു പ്രയോഗമാണ്. ഞാൻ ഈ ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ലെന്ന് എന്നെപ്പറ്റിയുള്ളൊരു പരാതി. കാരണം എൻ്റെ ഫോണിൻ്റെ കുഴപ്പമല്ല. കാരണം ചിലപ്പോൾ ഈ ഫോണിൽ കൂടെ നല്ല ഹലാലായ തെറിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തെറിയൊന്നുമല്ല, നല്ല 24 കാരറ്റ് സാധനം. അപ്പം ഞാൻ ഈ ഡിബേറ്റൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇതങ്ങ് പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കി അവിടെ വെച്ചേക്കും. കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കാം. അപ്പോഴായിരിക്കും നിങ്ങൾ കൺവെൻഷൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ്, ജാടയായിട്ടൊന്നുമല്ല. ഇനി വേറെ ചില ഏർപ്പാടുണ്ട്. ചിലർ ഈ ഫോൺ വിളിച്ച് ആരാന്ന് പറയുകയല്ല, നേരെ അങ്ങ് തുടങ്ങുക. അതേ നമുക്ക് അടുത്ത ദിവസം പരിപാടി കേട്ടോ. ഇതാരാ എന്താണെന്നൊരു പിടിയില്ല. എന്താ ഈ പേര് പറഞ്ഞ് സംസാരിക്കാൻ നാണക്കേടാണോ? ഞാൻ ഇന്ന ആളാ, ഇന്നടുത്തുനിന്ന് വിളിക്കുക, ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ചിലർ ഈ കാര്യം പറയില്ല, അവർ പറയാനുള്ളല്ലോ ഇങ്ങനെ കേൾപ്പിക്കുക.
അവസാനം ചോദിക്കുക ആരാ? ഓ ഞാനാ. വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ആരാ? ഇത് ഞാനാണെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതല്ലേ. ഇത്രയും വളയണം, ആ പേരങ്ങ് പറ. ദൈവം ഇതുപോലെയാണ് മോശയോട് സംസാരിക്കുന്നത്. മോശ വെച്ച് പേര് പറ. ദൈവം പറയാ ഞാനാകുന്നവൻ. നമുക്ക് മനസ്സിലാവില്ല അല്ലേ? ആ, തമ്പുരാൻ പറഞ്ഞു, മോനെ എന്നെപ്പറ്റി ഇത്രയും അവനോട് പറഞ്ഞാൽ മതി, തിയറി ഇത് മതി. കാരണം ഈ പ്രാക്ടിക്കലി ഞാൻ അവന് പാഴ്സലാക്കി കൊടുക്കുന്നുണ്ട് ഒരു 10 ബാധ. അതിലൊരെണ്ണം കിട്ടിയാൽ പിന്നെ അവൻ ഞാനാരാന്ന് ചോദിക്കുകയില്ല. മനസ്സിലായോ? ഇതാ ദൈവം ഒത്തിരി പേര് വഴിയല്ല വെളിപ്പെടുത്തുന്ന, പ്രവൃത്തിയിലും ഇവിടെ വെളിപ്പെടുത്തും അവനാരാ. ആ, ഒരടി കിട്ടിയപ്പോഴേ ഫറവോ മടുത്തുപോയി. ഒരടി. അപ്പോൾ ഹൈ ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുള്ള പദ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് കണക്ട് ചെയ്യണമെങ്കിൽ പുതിയ നിയമത്തിൽ വരണം. എന്നാന്നറിയണ്ടേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവിനെ കോടതി പിടിച്ചു പിലാത്തോസിൻ്റെ അടുത്ത് ചോദിച്ചു, യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ ആണെങ്കിലും ഈ തലയും മുൾക്കിരീടമൊക്കെ വച്ച് ഭീതി ജനിപ്പിക്കുന്ന നിലയിൽ അടിച്ച് രക്തം ഒലിപ്പിച്ച് നിൽക്കുക. സമനില വേണേ തെറ്റാം, സാധാരണ രീതിയിൽ മാനസികമായിട്ട് തരാം. എന്തിനും നമ്മുടെ ഷർട്ടങ്ങ് വലിച്ചു കീറുന്ന കുട്ടിക്കോ? സമനില തെറ്റാം, മാനസികാവസ്ഥ തെറ്റാം. അപ്പോഴാ അടിച്ച് വിവസ്ത്രനാക്കി ഒരു പ്രത്യേക രൂപത്തിൽ അവിടെ നിർത്തിയിരിക്കുന്ന ആളിനെ വിചാരണ ചെയ്തിട്ട് പീലാത്തോസ് ഒരു ചോദ്യം. എന്താ ചോദിച്ചേ? ഓ യേശൂസ് നസറിൻ, നസറേനായ യേശുവേ, ഓഹൈ മീ ബെസേലിയൂസ് യേശൂസ്, നസറേനായ യേശുവേ, നീ രാജാവാകുന്നു. ചോദ്യം കേട്ടോ? പീലാത്തോസിൻ്റെ കോടതിയാ. എന്ത് പറയണമെന്നറിയാം. നമ്മളൊക്കെയാണ് എന്ത് പറഞ്ഞേനെ? അത് അച്ഛൻ ഞാൻ രാജാവാന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഉദ്ദേശിച്ച രാജാവല്ല. എന്തുവാ അച്ഛാ രാജാവെന്നൊക്കെ പറഞ്ഞാൽ നിസാര കാര്യമാണോ അച്ഛാ? ഞാൻ പിന്നെ പ്രസംഗത്തിലേ പറഞ്ഞാൽ അത് ശരിയാ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രാജാവ് അതല്ല. അവിടെ കിടന്ന ഉരുളും നമ്മൾ. നാട്ടുകാരൻ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വന്നപ്പോൾ ലോക്കലെല്ലാം കൂടെ പിടിച്ച് രാജാവാക്കാൻ വന്നു. 5 അപ്പം കൊടുത്ത രാത്രി ദിവസം. യേശു പറഞ്ഞേ, എൻ്റെ രാജ്യം ഐഹികമല്ല, കിരീടമൊക്കെ ആയിട്ട് പൊക്കോ മക്കളെ, പൊക്കോ. കോടതി ചോദിച്ചു, നീ രാജാവോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു, നീയോ ഞാനാകുന്നു പീലാത്തോസേ. ഈ യേശുവിനെ അഭിമാന പുരസരം നമ്മൾ ഉയർത്തുന്നേ. എടാ പറയുകയാണെ കോർട്ടിൽ നിന്ന് പറയണം ആരാന്ന്. ലോക്കലിൽ നിന്നേ ഞാൻ രാജാവാ, ധീരനാ, നേതാവാ, അങ്ങനെയാ ഇങ്ങനെയാ, മഹോന്നതനാ, അത് മനസ്സിൽ വെച്ചോ. കോടതി വിചാരണ നടുവിൽ വന്നിട്ട് പറ ആരാ? അവിടെ അടിപതറാതെ നിന്ന യേശുവിനെ കണ്ട. ഈ കോടതി എന്നൊക്കെ പറയുമ്പോൾ എളുപ്പം, പക്ഷേ ഒരു ലോക്കൽ കോടതി മതി. എവിടെയാ ബാലകൃഷ്ണനുള്ള തലയിറങ്ങി വീണേ? പുരട്ചി തലൈവി മറിഞ്ഞു വീണ സ്ഥലമാ. പിന്നെ കിടപ്പിൽ എണീറ്റില്ല. ജയലളിതമാരും മയങ്ങി വീണ സ്ഥലമാ കോടതി. പ്രതിക്കൂട്ടി കയറി നിന്നാൽ അറിയാം അതിൻ്റെ പ്രത്യേകത. അവിടെ വെച്ചാൽ യേശുവിനോട് ചോദിക്കുന്നു, ഈ രാജാവാണോ? യേശുവിൻ്റെ മറുപടി, ഞാനാകുന്നു. പഴയ നിയമത്തിലൊരു ശബ്ദം, ഞാനാകുന്നവൻ ഞാനാകുന്നു. പുതിയ നിയമം അതിനെ കണക്ട് ചെയ്തിട്ട് പറയുക, ഞാനാകുന്നു. ഞാനാകുന്നവൻ എന്നരുളി ചെയ്തവൻ, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ, ആ ദൈവപുരുഷനെയാ നമ്മൾ ഉയർത്തിയിട്ട് ഉലകത്തോട് വിളിച്ചു പറയാം, അവനാണ് ഉലകത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ നിയന്ത്രിതാവ്, സകലത്തിനും കാരണഭൂതൻ, അദൃശ്യനായ ദൈവത്തിന്റെ തേജസ്സാണവൻ, സകല സൃഷ്ടിക്കും ആദ്യജാതനാണവൻ. അതുകൊണ്ട് ആ ദൈവപുത്രൻ അവിടെ സൂചിപ്പിച്ച മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആ പ്രഭാവ വൈഭവം നിങ്ങൾ കണ്ടില്ലേ? ആ ഇടപെടൽ നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടേ ആ ദർശനത്തിൽ മോശയ്ക്ക് ദൈവ സാന്നിധ്യം ബോധ്യപ്പെട്ടു. പിന്നെ ഒരു 10 ബാധയൊക്കെ ഉണ്ട്, ഇതൊക്കെ വിടുന്നു. തദനന്തരം ദൈവം പറഞ്ഞു, ഇനി നീ ഫറവോ കേൾക്കുന്നില്ലെങ്കിൽ വടി പാമ്പാകുന്നതും പാമ്പ് വടിയാകുന്നതും എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നമുക്കേ നിൻ്റെ ജനത്തിന് കൂടി മനസ്സിലാക്കണം നിനക്ക് ഈ കപ്പാസിറ്റി ഉണ്ടെന്ന്. വാ, നിൻ്റെ ഏൽക്കുന്ന വടി കൊണ്ടേ ഒരു പ്രവൃത്തി. നൈൽ നദിയെ അടിച്ചു, വെള്ളം രക്തമായി. നൈൽ നദിയെ അടിക്കുന്ന കണ്ടായിരക്കണക്കിന് എബ്രായര് യഹൂദന്മാർ ആവേശഭരിതരായി അലറി. അവൻ വിളിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ മധ്യസ്ഥനാ,
നിന്റെ ആ പ്രവൃത്തിയുടെ വീര്യം കണ്ടില്ലേ? ആർത്തലക്കുന്ന ആ നൈൽ നദിയുടെ ഓളങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് പതച്ചാർത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആ വെള്ളത്തുള്ളികളെ മുഴുവൻ നീ രക്തത്തുള്ളികളാക്കി മാറ്റാൻ നിന്റെ ഒരടിമതിയായിരുന്നു. മോശെ പ്രകൃതിച്ചപ്പോൾ മോശ ഉയരത്തിലേക്ക് നോക്കി, ആ ശബ്ദം വീണ്ടും കേട്ടു, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. എല്ലാവരും ആവേശഭരിതരായപ്പം ഒരാൾ പൊട്ടിക്കരഞ്ഞു. വേറെ ആരുമല്ല, ഈ മിറിയാം. അതെൻ്റെ ഒരു സങ്കല്പമാണ്. എന്താ കാര്യം? 80 വർഷം മുമ്പേ ഈ വെള്ളം നിന്നെ വിഴുങ്ങാനിരുന്ന കുഞ്ഞെ, നിന്റെ പ്രാണൻ നശിപ്പിക്കാൻ പതിയിരുന്ന് ഇതുവഴി ആർത്തലച്ചൊഴിയ ആ നദിയുടെ ഞരമ്പടിച്ച് പിടഞ്ഞുകൊണ്ട് രക്തം പുറപ്പെടുവിച്ചപ്പോൾ ദേശാധിപ ശക്തിയുടെ മീതെ നീ എടുത്ത ആത്മാവിലെ ജഗത്തിന്റെ തെളിവാ ഈ ഒഴുകുന്ന രക്തം. ഈ രക്തമൊഴുകുന്ന നൈൽ നദി നോക്കി മോശയെ കാലം ഒരു കാര്യം തെളിയിച്ചു കൊടുത്തു, ഇവൻ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ആ മോശ ആത്മകണ്ണുകൾ കൊണ്ട് മുമ്പോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഇതാ പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ ഒരു ബൈക്കണിൽ നിറച്ചു വെച്ച ജലത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ സാന്നിധ്യം അറിയുകയും ആ പച്ചവെള്ളം മുന്തിരിവിഞ്ഞാക്കി മാറി. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആ വെള്ളത്തെ രക്തമാക്കിയപ്പോൾ പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ വെള്ളത്തെ രുചികരമായ മുന്തിരിച്ചാറാക്കി മാറ്റിയെങ്കിൽ ഇതാണ് പഴയ നിയമ ശുശ്രൂഷയുടെ വ്യത്യാസം, ഇതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. അതുകൊണ്ട് അന്നേ മോശ ചിന്തിച്ചുറപ്പിച്ചു, ഇവന്റെ നിന്ന ചുമക്കുന്നതൊരു ഭാഗ്യം. ഹല്ലേലൂയ. അവിടുന്ന് കാലമൽപ്പം കൂടെ മുമ്പോട്ട് പോയി ഒട്ടേറെ അനുഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അവസാനമുണ്ട് ആദ്യജാത സംഹാരം, ഒടുവിൽ കുറ്റാക്കുറ്റിരുട്ട്. എന്താണെന്നറിയണ്ടേ? ഈജിപ്തുകാരുടെ പ്രധാന ദേവനാണ് സൂര്യൻ. ഞാൻ പറഞ്ഞു തുടങ്ങി. സൂര്യൻ്റെ കണ്ണടിച്ച് തകർത്തു. ദൈവം കാണിച്ചു കൊടുത്തത് ഇത്രേ ഉള്ളെന്ന്. ഞാൻ ഇടവിട്ട് കഴിഞ്ഞ സൂര്യനും പ്രകാശിക്കുകയില്ല, അടിച്ചങ്ങ് തകർത്തു. പ്രധാന ദേവന്റെ കണ്ണടിച്ച് തകർത്ത് നിർവീര്യമാക്കിയപ്പോൾ ദേശത്തെല്ലായിടത്ത് ഇരുളുണ്ടായി. വചനം പറയുക, സ്പർശിക്കത്തക്ക ഇരുൾ. അതാ മൂലഭാഷയിൽ പറയുന്ന പ്രയോഗമാണ് തൊട്ടറിയാവുന്ന ഇരുളെന്ന്. അത് വ്യാപിച്ചു. ബാക്കിയൊക്കെ പോട്ടെ. ഒരു പ്രധാന സംഭവം പറയുന്നത്, ഈ യാത്രയിലേ ഇവർ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം മൂലം രക്ഷ പ്രാപിച്ചു വരിക. ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. അക്കരെ കിടക്കണം. ഈ ചെങ്കടലിന് 2 വാലുകളാണ്. ഒന്ന് സൂയസ് കടൽ, അവിടുന്ന് സൂയസ് കനാൽ ആരംഭിക്കുന്നത്. അക്വബ ഉൾക്കടല മറ്റൊന്ന്. ഇത് രണ്ടും ഇങ്ങനെ കിടക്കുക. അക്കരെ സൗദി അറേബ്യ. ഈജിപ്തിലെ നൈൽ നദിയുടെ ഇക്കരെ നിന്ന് നോക്കിയാൽ, ചെങ്കടലിൻ്റെ ഇക്കരെ നിന്ന് നോക്കിയാൽ സൗദി അറേബ്യ കാണാം. അത്ര അടുത്ത് ഒരു 10-20 കിലോമീറ്ററേ കാണുള്ളൂ. നോട്ടിക്കൽ മൈൽ ഇങ്ങനെ കൂട്ടിയാൽ അത്ര അടുത്താണ്. മെക്കയും മദീനയൊക്കെ കാണാം. അവിടുത്തെ ഫാക്ടറികളും തിരക്കും ഒക്കെ നമുക്ക് കാണാം. രാത്രിയാണ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കാണാം. അത്ര അടുത്താണ്. പക്ഷേ ഇത് ക്രോസ് ചെയ്യണം. അവിടെ വന്നപ്പോൾ മോശ മനസ്സിലായി, തൊട്ട് പിന്നാലെ ഫറോ. അക്കരെ കിടക്കണം. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടെങ്കിലും ഇങ്ങനൊരവസ്ഥ പ്രതീക്ഷിച്ചില്ല. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഓടി മാറാൻ കഴിയില്ല. 2 മലകളാണ്. അവരക്കരെ കടന്ന സ്ഥലം കാണണം. മലകളാണ്. ആ മലക്കൊരു പ്രത്യേകതയുണ്ട്. കല്ലുകളാണ്, ചീള് കല്ലുകളാണ്, വലിയ ചീള് കല്ലുകൾ. അതിലൊരെണ്ണം ഇളകിയാൽ മല മുഴുവൻ താഴേക്ക് വരും. ഇപ്പോഴും അതാ സ്ഥിതി. അതുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ ഫെൻസ് ഇട്ടിരിക്കുകയാണ്. മല മുഴുവൻ മൂടി ഇരുമ്പ് വേലിയിട്ടിരിക്കുക, ഇളകി താഴെ വീഴും. ഇപ്പോഴും അങ്ങനെ. അവിടെ മോശ വന്നു. തൊട്ടുപിന്നിൽ ഫറവോയുടെ സൈന്യം, മുമ്പിൽ ആർത്തലക്കുന്ന ചെങ്കടൽ, 2 നെടുങ്കൻ മലകൾ, 600,000 ജനത്തിന് ശ്മശാനം ഒരുങ്ങാൻ പോവാ. പൊട്ടി ഒരു കരച്ചിൽ. ഈ ലീഡർ പൊട്ടിക്കരഞ്ഞാൽ പിന്നെ കൂടെ വരുന്ന അണികൾ മുഴുവൻ പതറും. അങ്ങനെ ലീഡർഷിപ്പുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരുന്നൊരു പതറുമെന്ന്. പിടിച്ചു നിൽക്കണം, സംയമനം വേണം, പക്വത വേണം. മോശ പക്ഷേ കൈവിട്ടുപോയി. ഞാൻ മനസ്സിലാക്കുന്ന തമ്പുരാൻ അവൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തട്ടി, കരയാതെ വെച്ചേ. എന്തിനാ കരയുന്നത്? ഞാനിവിടില്ലേ? കരയാതെ. ഇങ്ങനെ തമ്പുരാൻ്റെ കരസ്പർശം കിട്ടിയിട്ടില്ലേ നമുക്കും കരയാതെ? അവൻ കരയാതെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ. തട്ടിട്ട് ചോദിച്ചു, എന്താടാ കുഞ്ഞെ നിൻ്റെ പേര്? മോശ.
നല്ലൊരു പേരാണോ ഈ മോശ? നല്ല പേരാണോ? ഇപ്പം നല്ലൊരു പേരാ, പക്ഷേ ആകത്തുകയിലെടുത്താൽ ഇതത്ര നല്ല പേരല്ല. എന്താ ഉദ്ദേശി അങ്ങനെ പറഞ്ഞേ? പറയാം. നമ്മൾ ആരെങ്കിലും ഒരു മനുഷ്യനെ പേരിടുന്നത് അവന് പറ്റിയ ആപത്തിനെ ആസ്പദമാക്കിയാണോ? തെങ്ങേന്ന് വീണവൻ അങ്ങനെ പേരിടുവോ? കരണ്ടടിച്ചവൻ പേരിടുവോ മക്കൾക്ക്? ആരെങ്കിലും ഇടുവോ? നമ്മൾ പറയും, അല്ലെങ്കിൽ പോകുന്ന ആൾ തെങ്ങേന്ന് വീണ പയ്യനാ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേക്കാം. പക്ഷെ വീട്ടുകാർ വിളിക്കുമോ തെങ്ങേന്ന് വീണവൻ? മോശമെന്ന പോതിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. അതിന് പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ പേരിടുവോ? ഇല്ല. ഞാനിവനെ നദിയുടെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തു. ആ പേരങ്ങ് പതിഞ്ഞു. എന്നാന്നറിയണ്ടേ? ലോകത്തെവിടെ ചെന്ന് മോശേ എന്ന് വിളിച്ചാലും ഇത് കേൾക്കുമ്പോഴേ നൈൽ നദി ഒന്ന് പരുങ്ങും. കഷ്ടമായിപ്പോല്ലോ, നാണക്കേട്. ഞാൻ വിഴുങ്ങാൻ തുടങ്ങിയ വലിച്ചെടുത്തുന്ന ഈ പേരിൻ്റെ അർത്ഥം. മോശേ മോശേ എന്ന് വിളിക്കുന്നതിനനുസരിച്ച് നൈൽ നദി വളഞ്ഞു പുളിഞ്ഞൊരു പരുവാകുക. ഈ പേര് കൊണ്ട് അടിക്കുക ദൈവം. നമ്മുടെ പേര് പോലും ശത്രുവിന് ഏൽപ്പിക്കാവുന്ന കനത്ത പ്രഹരമാണ്. ജീവൽ പ്രതിസന്ധിക്ക് മുഴുവൻ ഏൽപ്പിക്കാവുന്ന പ്രഹരമാണ് ഈ പേര് പോലും. നിനക്കുണ്ടായത് എങ്ങനെയാണെന്നറിയണ്ടേ? നൈലുള്ളത് കൊണ്ടാ നിനക്കൊരു പേരുണ്ടായേ. പ്രതിസന്ധിയിൽ നിന്ന് നിനക്കൊരു പേര് കിട്ടിയേ. പ്രതിസന്ധിക്കകത്ത് നിന്ന് പ്രാപിച്ച പേരും കൊണ്ടാ നമ്മളിവിടെ വന്നിരിക്കുന്നേ. അതാ ജീവിതത്തിന്റെ സാക്ഷ്യം. ഈ നൈൽ നദിയാ എനിക്കൊരു പേര് തന്നെ, ഈ മരണമാ എനിക്ക് പേര് തന്നെ. ആരക്കയത്തിലെ മുതലകൾ വിഴുങ്ങുമെന്ന ഭീഷണിയിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുത്ത ഒരു പേരും കൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പേര് വിളിക്കുന്നിടത്തൊക്കെ ശത്രു ഒന്ന് പരുങ്ങും. രണ്ട് മകനെ, ഇന്ന് നിന്റെ പേരിന് ഞാൻ വില കൽപ്പിക്കുന്ന ദിവസമാണ്. കാരണം അറിയണ്ടേ? പണ്ട് നിന്നെ ഒറ്റയ്ക്കൊരു സ്ത്രീ ഈ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. നിനക്കൊരു പേരുണ്ടായി, മോശ. ഇന്ന് ഞാൻ ആ പേരിനെ വിശാലമാക്കും. ഇന്ന് ഞാൻ ആ പേരിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അതിൻ്റെ അർത്ഥതലങ്ങൾ വിശാലമാക്കും. 180 വർഷങ്ങൾക്കപ്പുറത്തേ ഒറ്റക്കൊരു യുവതി നിന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് നീ മോശയായത് കേട്ട് നൈൽ നദി ചൂളിപ്പോയെങ്കിൽ, അതിന് പരാജയബോധം സംഭവിച്ചെങ്കിൽ, ഇന്ന് നീ 600,000 ചെങ്കടലിൽ നിന്ന് വലിച്ചെടുത്ത് ജലോത്സവമായി മറുകരകത്തിക്കുമ്പോൾ ഒരു മോശയെ കണ്ട് ഭയപ്പെട്ട സ്ഥാനത്ത് 600,000 പേർ വെള്ളം വഴി കടന്ന് അക്കരയെത്തും. വെള്ളം വഴി കടന്ന് അക്കരയെത്തുന്നവരെ കാണുമ്പോൾ മിറിയാമിന് ആഹ്ലാദം. ഈ ആഹ്ലാദത്തിൽ പങ്കുചേർന്ന് മിറിയാമിനും മനസ്സിലാകാത്ത ഒരു കാര്യം പുതിയ നിയമഭക്തൻ പാടി. എന്താണെന്നറിയണ്ടേ? പുതിയ നിയമഭക്തൻ കണ്ണിങ്ങോട്ട് തുറന്നു വെച്ചു ചെങ്കടലിലേക്ക്. നോക്കുമ്പോൾ 600,000 കടൽ കടന്നിങ്ങനെ കയറുന്നത് കണ്ട് മിറിയാം പാടുന്നു, ഫറവോയ്ക്ക് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യയല്ല. കൈത്താളങ്ങളോടെ തപ്പോടെ പാടിത്തിമർക്കുമ്പോൾ പുതിയ നിയമഭക്തൻ ആ പാട്ടിലൊന്ന് കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഉച്ചത്തിൽ സന്തോഷം കൊണ്ട് പുതിയ നിയമഭക്തൻ വിളിച്ചു പറയാ, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു, അത് സ്നാനത്തിനൊരു മുൻകുറി. മനസ്സിലായോ? സ്നാനപ്പെട്ടവനോട് ദൈവം പറയാ, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരാലയം. ഇതുവരെ പറയാത്ത കാര്യം പറഞ്ഞേ. രക്ഷാനിർണയം പ്രാപിച്ച് ചെങ്കടൽ കടന്ന് വന്നവനോട് പറയാണ്, നിങ്ങൾ എനിക്കൊരാലയം. ഇന്ന് പലരും രക്ഷാനിർണയം പ്രാപിക്കും, ചെങ്കടൽ കിടക്കുകയല്ല, അവിടെ വന്ന് നീക്കിയാന്നേ, ഇക്കരെ കിടക്കുന്നേ. ധൈര്യത്തോട് ഇക്കരെ കിടക്കാൻ ഇന്ന് രാത്രിയും ചിലർ സന്നദ്ധരാകണം. ഞാൻ ഇന്നലെ പോയ യോഗം മൂവാറ്റുപുഴയ്ക്കപ്പുറത്ത് പോത്താനിക്കാടെന്നതല്ല. ഞാൻ ആഹ്വാനം ചെയ്തു, സ്ഥാനപ്പെടാൻ ആഗ്രഹമുണ്ട്. പലരും കയ്യുയർത്തി കൊണ്ട് എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമുണ്ട്. കൊച്ചു പയ്യനാണ്, +2 കഴിഞ്ഞ പയ്യൻ കയ്യുയർത്തി. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നൊരു മോനാണ്. അവൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെങ്കിലേ. സ്തോത്രം. ചുറുചുറുക്കുള്ള യൗവന രക്തം തുടിക്കുന്നൊരു മോൻ പറയാ, എനിക്ക് സ്നാനമേൽക്കണം. സ്തോത്രം. സദാശിവൻ എന്ന മറ്റേ പേര്. അവൻ്റെ സ്നാനപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി മാതൃക കാട്ടിയ നമ്മുടെ പരമഗുരുവിനെ ഇന്നും ജലത്തിൽ സാക്ഷിക്കാൻ മടിക്കുന്ന എത്രയെത്ര ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്.
ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. സ്നാനത്താൽ അവനോട് ചേർന്ന് ജയത്തിൻ ജീവിതം നയിക്കാൻ തമ്പുരാൻ വചനം കേൾക്കുന്നവർക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇക്കര കടന്നു. ഒത്തിരി സംഭവമൊക്കെ ഉണ്ട്. സമാഗമന കൂടാരമൊക്കെ ഞാൻ വിടുന്നു. ഇനി വരണ്ട എവിടാന്ന് അറിയണ്ടേ? ഈ വരും വഴിത്താരയിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നു. മിറിയാം പ്രശ്നമുണ്ടാക്കി, അഹരോൻ മരിച്ചു, മോശക്കാരൻ എല്ലാം കഴിഞ്ഞിഞ്ഞ് വന്നു. ഒരു ദിവസം തമ്പുരാൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനിഞ്ഞ് വന്നേ. വന്നു. ഈ മലയുടെ മുകളിൽ കയറ്. അങ്ങോട്ട് നോക്ക്. എന്ത് കാണുന്നു? ഫലപുഷ്ടിയുള്ളൊരു ചന്ദ്രക്കല കാണുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നവിടെ ചെന്നാലും ഈ ഫലപുഷ്ടിയുള്ള ഫെർട്ടൈൽ കസൻ ആ ചന്ദ്രക്കല കാണാം. ബാക്കിയെല്ലാം മരുഭൂമിയാണ്. ഇങ്ങനെ പച്ചപ്പ് പരവതാനി വിരിച്ചോലെ കിടക്കുന്ന മനോഹരമായ കനാൻ ദേശം കണ്ടിട്ട് ചോദിച്ചു, മക്കൾ കണ്ടോ? കണ്ടു. ആ, എങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഇതാ നിൻ്റെ സന്തതിയുടെ വാഗ്ദത്ത ദേശം. മോശയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവം പറഞ്ഞു, പക്ഷെ നീ അവിടെ പോവില്ല. നമ്മളാണ് എന്ത് ചെയ്തേനെ? ഓരോ ഒറ്റ കരച്ചിൽ അവിടെ നിന്നു. ഈ മരണസ്ഥലത്തൊക്കെ പോയാൽ ഈ ആളുകൾ നിർബന്ധിച്ച് ഈ സമയമില്ലാത്ത സമയത്ത് അനുശോചനത്തിന് സമയം മേടിച്ചിട്ട് സോദരി സമാജമാ അതാ ഇതാന്നെല്ലാം വന്ന് പറഞ്ഞിട്ട് അനുശോചനം പറയാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ബഹളോ. സമയം പോവും. ആ സമയം കൂടെ വചനം പറഞ്ഞ 10 പാപി മാനസാന്തരപ്പെടുമെന്ന്. നമ്മൾ ഈ ശവത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ ഏറ്റവും പാട്. നമ്മളൊരു വചന ചാക്കോ സാറിനോട് ചോദിക്കുക, ഈ പ്രസംഗിച്ച് ഒരു രക്ഷയുടെ ദൂത് അങ്ങോട്ട് പറഞ്ഞു വരികയും അടിമാലി കെട്ടിച്ചു വിട്ട മോള് ആ സമയത്ത് എഴുന്നള്ളും. ഉണ്ടപ്പച്ചോ ഒറ്റ വീഴ്ച, ആ ദൂത് ആ വഴി പോവും. ഈ ഭൂതം പിടിച്ചവൾ നേരത്തെ വന്ന് കണ്ടേ കാണുകയില്ല. ആ വചനം പ്രസംഗിക്കട്ടെ നോക്കില്ല. ജീവിച്ചിരുന്ന കാലത്ത് അവളെ കൊണ്ടോ വല്ല ഗുണം അപ്പന് കിട്ടിയോ? അതുമില്ല. ഒരു നല്ല സംസ്കാരം പോലും കിട്ടുകയില്ല. ഞങ്ങളുടെ ഒരു വീട്ടിൽ ഭയങ്കര അടി, മരണസ്ഥലത്ത് കിടന്ന് ഭയങ്കര അടിമൂത്താകെ വിഷയമായപ്പോൾ ഞാൻ അവിടുത്തെ പാർഷ വിളിച്ച് പറഞ്ഞു, അവരടിക്കട്ടെ, ഇങ്ങനെ പോരാൻ പറഞ്ഞു. നമ്മൾ വീട്ടിൽ പോകുന്ന എന്നെ കാണിക്കാനാ? നമുക്കറിയാം പുറകെ വരുമോ, നാളെ അടക്കണമല്ലോ. ഒരു അവിടെ വന്നു, ശവം അടക്കണം. ശവമൊക്കെ അടക്കാം. അതേ സഭ നികുതി അടയ്ക്കുന്ന ഭൂമിയാണ്. അതേ കൊടിയൻ ആടാനുള്ള സ്ഥലമല്ല. മനസ്സിലായോ? ചർച്ച നികുതി അടയ്ക്കുന്ന പറമ്പിൽ ആര് കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് പാവങ്ങൾ പിരിച്ചും സ്വോത്രകാഴ്ച എടുക്കും മേടിച്ച അത് അടിമാലിയിൽ നിന്ന് വന്ന കൊടിയൻ ആടാനുള്ള സ്ഥലമല്ല. അവനെ ആ പരിസരത്ത് കാണുകയില്ലെന്ന് ഉറപ്പ് തരണം. നീയും കുടിക്കാൻ പാടില്ല. നിൻ്റെ അമ്മയും അപ്പനെ അടക്കേണ്ട നിൻ്റെ ആവശ്യം. അതുകൊണ്ടേ ആട്ടക്കാരൻ വഴി നിന്നോണം. ഈ പറമ്പിൽ കയറിയേക്കല്ല. ഉറപ്പുണ്ടോ? ആ, അങ്ങനെയാണേ വരാം. അങ്ങനെ പറയാൻ മടിയാണോ? അവൻ പോകണേ പോട്ടെ. കാരണം ഭക്തൻ്റെ മരണത്തിന് ആ സംസ്കാരത്തിനൊക്കെ ചില രീതിയുണ്ടെന്നേ. ഞാനിങ്ങോട്ട് പറയാൻ കേട്ട് മോശയോട് പറഞ്ഞ് നീ അക്കരെ കിടക്കുകയില്ല. നമ്മൾ കരയും. ഞാൻ ഓർക്കാറുണ്ട്, ദൈവം ഈ പറഞ്ഞ വാക്ക് യോനയോടൊന്ന് പറയണമായിരുന്നു. യോന എന്തെല്ലാം പുകലുണ്ടാക്കിയെന്നെ എവിടെയെന്നറിയാം. നിന്ന് വായി വന്ന എല്ലാം പറഞ്ഞാൽ ദൈവത്തോട്. മനസ്സിലായില്ലേ? മോശയോട് പറഞ്ഞപ്പോൾ മോശ അമ്പരപ്പിക്കുന്ന മറുപടി. യെസ്, ഞാനത് വായിച്ചമ്പരന്നു. മോശേ, നിനക്കിത്രയും പറയാം. തമ്പുരാനെ, ഞാനൊരു മനുഷ്യനല്ലേ, ഇത്രയും മനുഷ്യരെ കൊണ്ട് ഞാൻ വന്നല്ലേ. ഞാനെത്ര മരണം കണ്ടു. ഒരു ധാത്രി ചുമക്കുന്ന പോലെ ജനത്തെ മുഴുവൻ ഞാൻ കൊണ്ടുവന്ന. അറ്റ്ലീസ്റ്റ് ഞാൻ അക്കരെ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ മിനിമം ആവശ്യമല്ലേ, ഒന്ന് ചെയ്തു തരുമോ? തമ്പുരാൻ ചെയ്യലേ? ചെയ്യും. പക്ഷെ മോശയോട് പറയാ, ഒന്ന് ഇവിടെ ഉള്ളൂ. ഇത് കേട്ടാൽ ഒരു സങ്കടം വരും. മോശയ്ക്ക് അക്കരെ കിടക്കാൻ വയ്യ. ദൈവം ക്രൂരനാണോ? മോശ എന്തുകൊണ്ട് പറഞ്ഞു? യേസ്, റെഡി. അതെ, മോശക്കറിയാം എൻ്റെ വാഗ്ദത്തം അക്കരെയല്ല, അത് മുകളിലാ. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരം. മകനെ, നിന്റെ പ്രസംഗം ശരിയായിരുന്നു, നിന്റെ വാഗ്ദത്തം ശരിയായിരുന്നു, നിന്റെ പ്രവചനം ശരിയായിരുന്നു. ആ ശരിക്ക് വേണ്ടി 600,000 ഞാനത് കൊടുക്കും. പക്ഷേ നിനക്ക് മറ്റൊന്നാ ഞാൻ കരുതി വെച്ച. വാ,
ഈ വിളി കേട്ടാലും നമുക്ക് മടിയാണ്, പോകാൻ വയ്യുന്നേ. പിശാച് ചിലപ്പോഴൊക്കെ മരണം കാട്ടി നമ്മെ പേടിപ്പിക്കുമ്പോൾ ഭക്തൻ പറയണം, ചുമ്മാ പേടിപ്പിക്കാന്നേ, ഞങ്ങൾ ആരാണെന്നാണ് നിൻ്റെ വിചാരം? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ഹല്ലേലൂയ. ആരും നേട്ടമില്ല. മോശം മരിച്ചു. അതിനുമ്പ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ ഈ മരിച്ചാലും ചെയ്യല. ചുമതലയെല്ലാം കൂടെ ആർക്ക് കൊടുത്തു? ട്രസ്റ്റ് ഉണ്ടാക്കി മോന് കൊടുക്കുകയല്ല. മനസ്സിലായില്ലേ? ചുമതലയെല്ലാം കൂടെ ട്രസ്റ്റ് ഉണ്ടാക്കി മോന് കൊടുക്കല്ല. പെങ്ങടെ മോനെ, ചാർജ് ചെയ്യപ്പെട്ടവനെ. എനിക്കെന്തെങ്കിലും കുടുംബസ്വത്തുണ്ട്, എൻ്റെ അവകാശം എൻ്റെ മോനാ, അംശം വേണ്ട, അല്ലെ പെമ്മക്കളും മോനും ഒക്കെയാ. പക്ഷെ സഭയുടെ സ്വത്ത് അതിൽ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അവനൊരുടമയുണ്ട്. അനേകരുടെ കണ്ണീര, അനേകരുടെ സ്വത്രാഴ്ച എൻ്റെ എന്ന് പറയരുത്. അത് പൊതുവാ. തമ്പുരാനെ നീ തന്നു, ദൈവമുണ്ട്. എത്ര പേരെ ഞാൻ കാട്ടിത്തരണം? സഭയ്ക്ക് കിട്ടിയ ഓഹരി, ദൈവമക്കൾക്ക് ലഭിക്കേണ്ട ന്യായമായ പരിഗണനകളുടെ പണം, ഓർഫനേജിന് കിട്ടേണ്ട സമ്പത്ത്, ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ ജീവിക്കുന്ന എത്ര മനുഷ്യരെ ഞാൻ കണ്ടു. ദൈവത്തിനും നമുക്കും രണ്ട് അക്കൗണ്ട് കൂട്ടിക്കൊടുക്കരുത്. അത് വേറെ. ഹല്ലേലൂയ. എനിക്കൊരു സന്തോഷമില്ല പറഞ്ഞതിൽ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താ പറഞ്ഞേ? മോശ ഇവിടെ മരിക്കുമ്പോൾ ഈ അധികാരം മുഴുവൻ യോശുവയുടെ കയ്യിലേക്ക് കൊടുത്തു. ജനം പറഞ്ഞോ അത് പറ്റിയില്ലെന്ന് പറഞ്ഞില്ല. യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരുന്നാൽ മതി, ഞങ്ങൾ നിന്നെ അനുസരിക്കും. ഇനി അനുസരിക്കാത്ത വല്ലവനും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് അതാണ് ജനം ഇങ്ങനെ കൂടെ നിൽക്കണം. ലീഡർഷിപ്പിൻ്റെ കൂടെ നിൽക്കണം. ഒറ്റക്കെട്ട സംഗതി അങ്ങോട്ട് പോട്ടെ, ഞങ്ങളുണ്ട് കൂടെ. യോശുവ പിന്നെ നയിക്കുന്നത്. ഇവർ പെട്ടമൊക്കെ ആയിട്ട് പോയി. മോശ മരിച്ചു. മരിച്ച മോശ അടക്കിയിട്ട് നേരം വിളിക്കുമ്പോഴേക്ക് ഈ കല്ലറ കാണുന്നില്ല. അതെന്താ പരിപാടിയാ? അങ്ങനെ സംഭവിക്കുമോ? കല്ലറ പറന്നു പോകുന്നില്ല. എന്നാൽ സംഭവിക്കും. ഗൾഫിലൊക്കെ സംഭവിക്കാൻ സാധ്യത എന്താണെന്നറിയണ്ടേ? ഗൾഫിലൂടെയൊക്കെ യാത്ര ചെയ്ത് കുറേ ദൂരം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം വലിയ മലകൾ. തിരിച്ചു വരുമ്പോൾ ആ മല എവിടെങ്ങും ഇല്ല. കൃപയുള്ളവർ പ്രാർത്ഥിച്ച് മാറ്റിയല്ല, മണൽ കാറ്റടിച്ചു വന്ന് കൂടി മലയായതാ. വലിയ കാറ്റ് വരുമ്പോൾ ഈ മല പറന്ന് അപ്പുറത്ത് പോയി കിടക്കും. മണലാ. അപ്പോൾ ഈ കല്ലറയല്ല എവിടേക്കോ ആയിപ്പോയി, എവിടെയാണെന്നൊരു പിടിയില്ല. അതുകൊണ്ട് ബൈബിൾ എഴുതുക, മോശ എന്ന മനുഷ്യനെ എവിടെ സംസ്കരിച്ചു എന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. ഇന്ന് വരെ നന്ന് എഴുതി വെച്ചു. ശവോടിയിൽ അറിയില്ല. അതെന്തൊരു ഏർപ്പാടാ. പുതിയ നിയമം വായിച്ചാൽ വേറൊരു കാര്യം കൂടെ അറിയാം. ഈ മോശയുടെ മരണത്തിൻ്റെ അന്ന് ഒരോടൊക്കെ ഭയങ്കര പ്രശ്നം. മനുഷ്യർ തമ്മിലല്ലെന്ന്, ആ ശരീരത്തിന് വേണ്ടി പിശാചുക്കൾ ബാധിച്ചു. വായിച്ചിട്ടില്ലേ? അതെഴുതി വെച്ചിരിക്കുക. നമ്മളറിയാത്തൊത്തിരി പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, മോശയുടെ മരണത്തിൽ ചില ദുരൂഹത. ശവടക്കിൽ, മരണത്തിലല്ല ശവടക്കിൽ. ഒന്ന്, ഈ ബോഡി എവിടെ അടക്കിയെന്നറിയില്ല. രണ്ട്, പിശാചുക്കൾ വാദിച്ചു ഈ ബോഡിക്ക് വേണ്ടി. ഏതാണ്ടൊക്കെ ഒരു പ്രശ്നം, പിടിതരാത്ത കുറേ ചോദ്യങ്ങൾ. അപ്പോഴേ ഈ ശരീരത്തിന് വേണ്ടി വാദിച്ചത് വേറൊരു വിഷയമാണ്, പറഞ്ഞു തീർക്കാൻ നേരമില്ല. ഒരു കാര്യം പറയാം. ഈ മോശയുടെ ശവശരീരം ഇങ്ങനെ അടക്കിയാൽ പോരായിരുന്നു, ഇച്ചിരി കൂടെ ഓളം വേണം. നമ്മുടെയൊക്കെ രീതി ഫ്ലെക്സും വെച്ച് പാട്ടുകാരെയും കൊണ്ടുവന്ന് അനുശോചനവും പിന്നെന്തോ അനുമോദനവും എല്ലാം നമ്മൾ നടത്തും. ഇതെല്ലാം കൂടെ വെച്ചൊരോളം ഉണ്ടാക്കി അടക്കേണ്ട ശവമാണ്. കാരണം ഇത് ആരാണ്? ഒരു ജനനായകൻ്റെ മരണമല്ലേ, ആരും അറിയാതെ പെട്ടെന്ന് നമസ്കരിച്ചു. ഇതെന്ത് പറ്റി? അതെ, ആരും അറിയാതെ സംസ്കരിക്കാൻ വലിയ ഓളമില്ലാതെ ഈ പ്രോഗ്രാം നടക്കാൻ കാരണം എന്താ? ഞാനതിനെ മറ്റൊരു നിലയിൽ പറഞ്ഞു മനസ്സിലാക്കാം. ഇതൊരല്പം കാര്യമായി തന്നെ നടത്താൻ അവർ തീരുമാനിച്ചൊന്ന് കൂട്ടിക്കോ. ചെറുപ്പക്കാരെല്ലാം പറഞ്ഞ് നമുക്ക് ഫ്ലക്സ് അടിക്കണം, നമുക്ക് ഫുഡ് കൊടുക്കണം, നമുക്ക് വണ്ടി ഇടാൻ. ഇതാകെ ചർച്ച നടക്കുമ്പോൾ കൂട്ടത്തിൽ പ്രായമുള്ളൊരപ്പച്ചൻ പറഞ്ഞു, മക്കളെ നിർത്തിക്കേ, നിങ്ങൾ ആരുടെ ശവസംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞേ? അത് അപ്പച്ച മോശയുടെ. അത് മനസ്സിലായി. ഈ മോശ ആരാ? മോശ ആരാന്ന് പറ. മോശ നമ്മുടെ
മോശ നമ്മുടെയെന്ന് പറയാൻ വരട്ടെ. എന്നോട് ആര് പറഞ്ഞു മോശ നമ്മുടെയാന്ന്? മോശ ആരുടെ? അപ്പച്ചൻ എന്ത് പറ്റി? അപ്പച്ച നമ്മുടെ ജനനായകൻ, നമ്മളെ കൊണ്ടുവന്ന ആള്, നമ്മുടെ ലീഡർ മരിച്ചു കിടക്കും. അല്ലല്ലല്ല, നീ ഈജിപ്തിലെ മോശയുടെ പേരും വിലാസവും രേഖപ്പെടുത്തിയ വോട്ടർ പട്ടിക ID കാർഡും ആധാർ കാർഡും നോക്കണം. ഇതാരാന്നറിയോ? ഫറവോടെ പുത്രിയുടെ മകൻ, രാജകുമാരനായി കിടക്കുന്ന അറിയോ? കൈകാര്യം ചെയ്തു കഴിഞ്ഞാലേ കളി മാറും, ബോഡി വേറെയാ. ഇത് രാജാവാ കിടക്കുന്ന, രേഖാമൂലം. രേഖയ്ക്കാ വിലയെന്ന്. നിങ്ങൾ എന്നെ അനിൽ കൊടുത്തോട്ടോ എന്നറിയുന്നത്. എൻ്റെ യഥാർത്ഥ പേര് ഈ രാജ്യം ഭരിച്ചൊരു രാജാവിൻ്റെ പേരാ. സാറിനോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. പാസ്പോർട്ടിലെ പേര് അങ്ങനെ കൂട്ടിയാണ് കിടക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം രാജാവിൻ്റെ പേരും ആക്രി പറക്കുന്നതിൻ്റെ ഗതിയും കൂടെ ആയതുകൊണ്ട് ചേർക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്കറി വേണ്ടിയാണ് അനിൽ കൊടുത്തോട്ടോ എന്നറിയപ്പെടുന്നത്. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ ഈ നിങ്ങളെന്നെ വിളിക്കുന്ന പേരേ അതൊന്നും കാര്യത്തിലെടുക്കുമ്പോൾ ആർക്കും വേണ്ട. രേഖ സംസാരിക്കണം. രേഖയ്ക്ക് അവകാശം. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റൂ, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റൂ. കൊടുത്തോട്ടം പോയി വീട്ടിൽ ഈ പേരിൽ കാണുന്ന ആളുണ്ടോ? കയറി വാ. ഇതാരാ? ഫറവോടെ പുത്രിയുടെ മകൻ. കളിയെടുക്കരുത്. അതുകൊണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് അധിഷ്ഠിതമായ ഒരു മരണ ശുശ്രൂഷ കൊടുക്കണം. എന്ന് പറഞ്ഞാലേ മുളന്തണ്ട് കൊണ്ടുവരണം, മൂക്കിലടിച്ച് കയറ്റണം, തലച്ചോറ് പുറത്ത് കളയണം, ആന്തരികങ്ങൾ പുറത്ത് കളയണം, മമ്മിഫൈ ചെയ്യണം. 13 ഏക്കറിൽ ആ ഫറവോ കിടക്കുന്നെങ്കിൽ നമുക്ക് 130 ഏക്കറിൽ കല്ലറ പണിയണം. കട്ട പിടിക്കാൻ പണ്ടേ നമുക്കറിയാമല്ലോ, നമ്മുടെ ജോലി അതായിരുന്നല്ലോ. ഇത് പറയും ഒറ്റ ഒരുത്തൻ അക്കരെ നാട് കാണത്തില്ല. ഇവിടെ കിടക്കും, അപ്പച്ചൻ കിടന്നിടത്ത് കിടക്കും. ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടും. അതുകൊണ്ട് ആ തമ്പുരാൻ തീരുമാനിച്ച് ഈ ബോഡി വിട്ടുകൊടുക്കുന്നില്ല. ഒരുത്തനും അറിയുന്നതിന് മുമ്പ് അടക്കം കഴിഞ്ഞ് തീർന്നു. നേരം വെളുത്തപ്പോൾ ഒരു സ്തൂപം പണിയാനോ കല്ലറ ഓർമ്മപ്പെടുത്താനോ ഇടമില്ലാത്ത വിധത്തിൽ അവിടെ മാറി. പിടികിട്ടിയോ? കഥ അവിടെ നിൽക്കട്ടെ. യോശുവയും കൂട്ടർ ഇവിടുന്ന് പോയി. ഈ യോർദാൻ 2 വിഭജിച്ചു. പെട്ടകം കൊണ്ട് പോകുമ്പം നേരെ അക്കരെ ചെല്ലുമ്പോൾ ജെരികോ, അതിൻ്റെ അടുത്ത ദിവസം ഹായി, അതിൻ്റെ അടുത്ത ദിവസം ബഥേൽ. അപ്പോൾ ജെരികോ പിടിച്ചു, ഹായി പിടിച്ചു, ബഥേൽ പിടിച്ചു, അങ്ങ് പോവാ. പിടിച്ചു ഇതെല്ലാം കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു. 1000 വർഷം കൊണ്ട് പോയി. ഇസ്രായേൽ മക്കളുടെ പക്കലേക്ക് ഒത്തിരി നാട് കിട്ടി. ആ കൂടെ ഒരു പ്രവാചകൻ. നമ്മളിവരെ മോശമല്ല ഇക്കരെ കളഞ്ഞു കേട്ടോ. അക്കരെ കയറി. അക്കരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയണ്ടേ? നമ്മുടെ ഏലിയാവ് നിൽക്കുന്നു. ഏലിയാവ് ഏലിശ നിൽക്കുക. ഒരല്പം ടെൻഷൻ ഏലിശയ്ക്കുണ്ട്. എന്താ ഏലിശ വിഷയം? അതേ, എൻ്റെ ഗുരു ഇന്ന് എടുക്കപ്പെടും. അപ്പോൾ ഗുരു ഒരു കാര്യം പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ നീ ചോദിച്ച പോലെ ഇരട്ടി പങ്ക് കിട്ടും. ഇല്ല, നിൻ്റെ കാര്യം പോകാം. നീരൽ പോലെ ഞാൻ പിൻപറ്റുക. സമയം അറിയില്ല എപ്പോഴാണ് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഊണില്ല, ഉറക്കമില്ല. ഞാനിങ്ങനെ കൂടെ മുട്ടി ഉരുമി നടക്കുക. അപ്പോഴേ കർമ്മേലിൽ നിന്നവൻ ഗിൽഗാലിൽ വന്നു. ഗിൽഗാലിൽ നിന്നവർ ബഥേലിൽ വന്നു. ബഥേലിൽ നിന്ന് എരികോവിൽ വന്നു. എരികോവിൽ നിന്ന് യോർദാനിൽ വന്നു. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഏലിയാവ് പറയും, ഇനി നിനക്ക് പോയിക്കൂടെ? അപ്പോഴൊക്കെ ഏലിശ പറയും, യഹോവയാണ്, നിന്നാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടില്ല. ഒരു കാര്യം കണ്ടോ? അക്കരയ്ക്ക് 1000 ആണ്ടുകൾക്കപ്പുറത്ത് പെട്ടകം ചുമന്നു കൊണ്ടുപോയ യോശുവയും കൂട്ടരും പോയ വഴിക്ക് നിങ്ങളൊരു വരയിട്ടേ, ഒരു മാപ്പ് വരയ്ക്കുന്ന വരയിട്ടേ. എവിടെ ചെല്ലും? ജെരിഹോ, ഹായി, ബഥേൽ, കർമേൽ, അങ്ങനെ പോവാ. ഇനി ഏലിയാവും ഏലിശയും വരുന്ന വഴിക്ക് തിരിച്ചൊരു വരയിട്ടേ. കർമേൽ, ബഥേൽ, ജെരിഹോ, യോർദാൻ. എന്താ മനസ്സിലായി? ഇവരങ്ങോട്ട് പോയ വഴിയെ 2 പേര് 1000 ആണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. എന്തിന്? ഇക്കര വന്നു. കയ്യിലിരുന്ന പുതപ്പ് കൊണ്ട് ഏലിയ യോർദാനെ ഒന്നടിച്ചു. യോർദാൻ 2 പിരിഞ്ഞു. ഇവരക്കര കടന്നു.
യോർദാൻ മുറികൂടി, അതൊഴുകി. ജോഗ്രഫി പഠിച്ചവർക്ക് ആ സ്ഥലത്തേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളെവിടെ വന്നതെന്നറിയണ്ടേ? മോശ മരിച്ച് അടക്കം ചെയ്ത ആ ശ്മശാന ഭൂമിയുടെ എവിടോ ഒരിടത്ത് വന്നു. സ്ഥലം പിടികിട്ടിയോ? ഇല്ല. ശ്രദ്ധിക്കണം, ചിലർക്കേ പിടികിട്ടിയുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞ് ഇരട്ടി പങ്ക് പ്രാപിക്കാൻ രണ്ടുപേർ വരുന്ന വഴി കണ്ടോ? ഇവിടേക്ക് വന്നിട്ടേ യോർദാനെ അടിച്ചു പിരിച്ചക്കര കിടന്ന് പണ്ട് പെട്ടകം ചുമന്ന് പോയ വഴിയെ രണ്ടുപേർ തിരിച്ചു വരിക ഇരട്ടി പങ്ക് വാങ്ങാൻ. ഇക്കരെ വരുമ്പോ ഏലീശ ഒരു ദൃക്സാക്ഷി വരണ ഏലീശ പറയാ, ഇതാ അഗ്നിമയമായ തേരും രഥങ്ങളും വരുന്നു. ഈ രഥം വന്നിട്ട് ആ രഥത്തിലെങ്ങും ഏലിയാവ് പോയില്ല. ഏലിയാവിനൊരു സ്പെഷ്യൽ വണ്ടി ദൈവം ഇട്ടു. യഹോവ ചുഴലിക്കാറ്റിൽ ഏലിയാവ് എടുത്തുകൊണ്ടു. അപ്പം രഥം എന്തിനു വന്നു? കാലിയടിച്ചു പോന അല്ല, നമ്മളറിയാത്തൊരു നിഗൂഢത എവിടെ കിടപ്പുണ്ടെന്ന്. എന്താ നിഗൂഢത? ഏലിയാവ് എവിടുന്ന് വന്നു ആർക്കും അറിയില്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ്, വേറൊന്നും ഓരോരുത്തരും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഏലിയാവ് എവിടേക്ക് പോയി? ഉയരത്തിൽ. മോശയുടെ കാര്യം നേരെ തിരിച്ചാ. എവിടുന്ന് വന്നു? അമ്രാൻ്റെ മകൻ, അഹരോൻ്റെ സഹോദരൻ, മിറിയാമിൻ്റെ സഹോദരൻ, നല്ല പരിചയം. എവിടേക്ക് പോയി? ഒരു പിടിയില്ല. എവിടുന്ന് വന്നു എന്നറിയാം, എവിടേക്ക് പോയി എന്നറിയില്ല. മറ്റേയാളിൻ്റെ വിവരം, എവിടുന്ന് വന്നു എന്നറിയില്ല, എവിടേക്ക് പോയി എന്നറിയാം. രണ്ട് വൈരുദ്ധ്യ കഥാപാത്രങ്ങൾ ചുഴലിക്കാറ്റിലെടുത്തു. ഇനി സൂക്ഷ്മാംശങ്ങളിൽ ബൈബിളിൽ പഠിച്ചാലേ ഒരു ദിവസം യേശു പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ വിളിച്ചുകൊണ്ടൊരു പോക്ക്. ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മറുവമല, ഒരു മേഘം അവരെ മൂടി. നോക്കുമ്പോഴേ ദൈവപുരുഷനായ മോശ, ദൈവപുരുഷനായ ഏലിയ, ഒപ്പം നമ്മുടെ കർത്താവ്. പത്രോസ് പറഞ്ഞു, 3 കുടിൽ ഞാനുണ്ടാക്കും, നിങ്ങളെ വിടാൻ ഉദ്ദേശമില്ലെന്ന്. നമുക്ക് ചോദിക്കാം, മോശ ഇതൊക്കെയാണല്ലോ എപ്പോഴാണ് അങ്ങ് ഇവിടെ വന്നെന്ന് പറ. അതേ കണ്ടുപിടിക്കണമെന്ന്, ഞാനെപ്പോൾ വന്നെന്ന് കണ്ടുപിടിക്കണമെന്ന്. സൂക്ഷ്മാംശങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും ഈ രഥം എന്തിനു വന്നു, ആരാണിത് വഴി പോയത്. ആരുമറിയാത്ത നിഗൂഢതകളുടെ പൊരുളുകൾ അവിടെ ഒളിപ്പിച്ചു വച്ചിട്ട് ഇവർ രണ്ടാളും വരാൻ എന്താ കാത്തിരുന്നേ? ഇവർ രണ്ടാളും നോക്കി പാർത്ത ഒരുത്തൻ അപ്പുറത്ത് ക്രൂശിക്കപ്പെടാൻ നിൽക്കുന്നു. അവൻ്റെ നിന്ന ചുമന്നവനെ അടുത്ത് കണ്ടിട്ടേ ഇവർ മറുവമലയിൽ ഒരുമിച്ച് കൂടുന്നു. ഈ രാത്രി വചനം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഈ ഈജിപ്തിൽ പോയാൽ ഫറവോനിക് വില്ലേജ് കാണാം. അവിടെ ഇത്തിരി മമ്മിയൊക്കെ വച്ചിട്ടുണ്ട്. ഈ പറയുന്ന ശവകുടീരം ഒത്തിരി ഉണ്ട്. ഇത് കാണാൻ നമ്മൾ $50 ആവും. ഈ മലയാളികൾക്ക് ഈ പൈസ മുടക്കാർ മടിയുള്ളത് കൊണ്ട് അപ്പുറത്ത് ഏജൻസി പോകണ്ട. അവൻ പറയും, സാറേ $10 ഞാൻ കാര്യം സാധിച്ചു തരാം, $10 തരാമോ? ആ എന്നാ പിടി, വാ. അവനും ഗൈഡും എല്ലാം നമ്മളെയും കൊണ്ട് അങ്ങോട്ട് പോയി ഇതെല്ലാം കാണിച്ചു വിടും. പക്ഷെ കുഴപ്പമെന്താണെന്നറിയോ? അത് ഫേക്കാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുക കച്ചിക്ക്. ഒറിജിനൽ മമ്മി കാണണോ? $50, ഏതാണ്ട് 4000 ഉറുപ്പികയാവും. ഇതും കൊണ്ട് പോകണം. 1, 2, 3 മണിക്കൂർ കാണാനുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം, അതിനകത്തേ 5000 വർഷം മുമ്പ് അടക്കിയ ശവകുടിയിൽ ശവശരീരമുണ്ട്. ഇന്ന് കണ്ടേക്കാന്ന് ഓർത്ത് നമ്മൾ ഇങ്ങനെ നെത്തി നോക്കുകയും കണ്ണുപുറോട്ട് വലിക്കും. കാരണം നല്ല സുമുഖനായി സുന്ദരനായി അടക്കം ചെയ്ത മനുഷ്യൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് 2 കുഴി, പല്ലൊക്കെ ഇളിച്ചൊരു ഭീകര രൂപം, കറുത്ത് കരിവാളിച്ച് കരിയോയിൽ മുങ്ങിയ പോലെ കിടക്കുന്ന ഒരു വല്ലാത്ത രൂപം, ഓക്കാനം വരുന്നൊരു ദൃശ്യം. മോശ, താങ്കളേ ഫറവോയുടെ പുത്രിയുടെ മകനായി ജീവിച്ച് ഇങ്ങനെ ശവമടക്ക് കിട്ടി എൻബാൻ ചെയ്തു വച്ചിരുന്ന ബോഡിയാണെങ്കിൽ താങ്കളെയും കാണാൻ ഞങ്ങൾ വരുമായിരുന്നു. താങ്കളെ കണ്ടിട്ട് അറപ്പോടെ വെറുപ്പോടെ കണ്ടുപോയല്ലോ എന്നോർത്തു പോയേനെ. പക്ഷെ നിന്നെ ഇങ്ങനല്ല കണ്ടത്. ആർക്കും അലക്കി വിളിപ്പിക്കാൻ കഴിയാത്ത
വെണ്മയാർന്ന വസ്ത്രരൂപിയായി യേശുവിന്റെ തേജസ്സോടെ വസ്ത്രാലങ്കൃത ക്രിസ്തുവിന്റെ അരികെ നിൽക്കുന്ന നിന്റെ കാഴ്ച നയനാനന്ദകരം, മനോഹരം. ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നവന് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട് ഇത്തരമൊരു വാഗ്ദത്തം. ഇന്ന് രാത്രി വചനം കേട്ടെൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിന്ന ഏറ്റെടുക്കാൻ, ഈ ക്രൂശനെ ഏറ്റെടുക്കാൻ ആർക്ക് ഈ രാത്രി കഴിയും? ഈ ക്രൂശന്റെ മഹത്വം, ആ ക്രൂശിന് വേണ്ടി ഞാൻ ആ നിന്ന് സഹിച്ചുകൊണ്ട് എൻ്റെ യേശുവിന് വേണ്ടി അവസാന ശ്വാസം വരെ, അവസാന നിമിഷം വരെ പൊരുതി മരിക്കും. അതിന് ആത്മസമർപ്പണമുള്ള സകല ഭടന്മാരെ യേശു രാത്രി തിരയുന്നു. ഇതൊരു കൺവെൻഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നു, രക്ഷാനുഭവമുള്ള നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, നീ ഒരാളെങ്കിലും യേശുവിനെ കൂടാതെ ഉണ്ടെങ്കിൽ എനിക്കിന്ന് എൻ്റെ യേശുവിൻ്റെ പൈതലാകണം. ഞാൻ രക്ഷാനുഭവം പ്രാപിച്ചു, എനിക്ക് സ്നാനമേറ്റേ പറ്റൂ. എൻ്റെ അന്തരാത്മാവ് നിർബന്ധിക്കുന്നു, എനിക്ക് സ്നാനമേൽക്കണം. ഇതൊക്കെ ചെയ്തു. എനിക്ക് ആത്മനിറവിനെ പ്രാപിക്കണം. ഇതും എനിക്ക് കിട്ടി. ഇനി എനിക്ക് എൻ്റെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനായി പാടണം. എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ശുശ്രൂഷയിൽ ജ്വലിക്കണം, ഉണർന്നു ശോഭിക്കണം. ആ മഹത്തരമായ തേജസ്സിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ആർക്ക് മനസ്സുണ്ട്? ആർക്ക് മനസ്സുണ്ട്? ഒരാളെങ്കിലും ഇതിൻ്റെ മധ്യം ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കും. ചില ചെറുപ്പക്കാർ കരമുയർത്തുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദർ. ചില കരമുയർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശുവിന് വേണ്ടി ഏതെങ്കിലും അളവിൽ ആത്മസമർപ്പണം ചെയ്യാൻ ഒരാൾക്കെങ്കിലും അന്തരാത്മാവിൽ പ്രേരണയുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കാം. ചില സിസ്റ്റേഴ്സ് കരമുയർത്തുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ദൈവവചനം കേൾക്കുന്നവരുണ്ട്, നിങ്ങൾക്കും ആത്മസമർപ്പണമാകാം. ഒരു കമൻ്റ് കൊണ്ട് നിങ്ങളെ അറിയിപ്പ് ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആവശ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ടിരിക്കട്ടെ. ഈ രാത്രി വചനം കേട്ട എവരുടെ മേലും ദൈവകൃപയുടെ ശാശ്വത ചൈതന്യം, ആ ക്രിസ്തുവിൻ്റെ നിന്ദയുടെ ശക്തിയും ചൈതന്യവും ബലവും ഒരിക്കൽ കൂടി സാംശീകരിക്കാൻ തമ്പുരാൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. തിരുനാമം മഹത്വപ്പെടട്ടെ.